ദൈവം ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വചനത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. റോമർ 10:9. യേശുവിനെ കർത്താവ് എന്ന് വാഗുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. ഈ വചനം വായിച്ചു കേട്ടപ്പോൾ തന്നെ എല്ലാവരും ചിന്തിച്ചു കാണും, സിസ്റ്റർ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാ, ഞങ്ങൾ കർത്താവിന് വേണ്ടി ഹൃദയമൊക്കെ കൊടുത്തവരാ, ഇനിയൊരു രക്ഷയുടെ പ്രസംഗം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നായിരിക്കാം ചിന്തിക്കുന്നത്. എന്നാൽ ഞാൻ ഈ വാക്യം മൊത്തം ഇന്ന് മെസ്സേജിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിയോഗം തരുന്നത് ആ വാക്യത്തിന്റെ ആരംഭ ഭാഗമാണ്. യേശുവിനെ കർത്താവ് എന്ന് വാഗുകൊണ്ട് ഏറ്റു പറയുക. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് കയറിയിരിക്കുന്ന മിക്കവരും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരാ, യേശുവിനെ കർത്താവ് എന്ന് പറഞ്ഞവരാ. എന്നാൽ കർത്താവ് എന്നോട് സംസാരിച്ചത് ഇങ്ങനെയാണ്: നമ്മൾ ഇത് ഒരു രക്ഷയുടെ പ്രാർത്ഥനയായി കേവലം മാറ്റിവെച്ച് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഈ പ്രാർത്ഥന പറഞ്ഞു അതുകൊണ്ട് എല്ലാം റെഡിയാണ് എന്ന് പറഞ്ഞിരിക്കാതെ ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കാനാണ് ഇന്ന് കർത്താവ് എന്നോട് പറഞ്ഞത്. യേശുവിനെ കർത്താവ് എന്ന് വാഗുകൊണ്ട് ഏറ്റു പറയുക. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ ഇങ്ങനെയാ പറയുന്നത്: യേശു എന്റെ കർത്താവാണ്, യേശു എന്റെ രക്ഷിതാവാണ്, യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നങ്ങ് പറഞ്ഞാൽ പോരെ. ഞാൻ ഓർത്തിട്ടുണ്ട് എന്തിനാ അവിടെ രണ്ട് ഭാഗങ്ങളായിട്ട് എഴുതിയിരിക്കുന്നത്. യേശുവിനെ കർത്താവ് എന്ന് വാഗുകൊണ്ട് ഏറ്റു പറയുകയും വേണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. എന്താ ഹൃദയം കൊണ്ട് വിശ്വസിക്കേണ്ടത്? ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അപ്പം ഇത് നമുക്ക് എളുപ്പമുള്ള ഒരു കാര്യം. രക്ഷിക്കപ്പെടും ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ അവർ പറയാം, ഓ അത് ചെയ്യാൻ എന്താ ഇത്ര പ്രയാസം, അത് ഞാൻ ചെയ്യുന്നതിന് എന്താ, അല്ലേ? യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എനിക്ക് വിശ്വാസമുണ്ട്, യേശു കർത്താവാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ആ പ്രാർത്ഥന അന്ന് പ്രാർത്ഥിച്ചു രക്ഷിക്കപ്പെട്ടതിന് ശേഷം ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴും പലപ്പോഴും നമ്മൾ ഈ ഏറ്റു പറഞ്ഞതിന്റെ പറഞ്ഞു പോയ കാര്യം ഓർക്കാറില്ല. നമ്മൾ അന്നേ മറന്നു കളഞ്ഞു. എന്തുവാ നമ്മൾ പറഞ്ഞത്? യേശു എന്റെ കർത്താവാണ്. അപ്പൊ ഇന്നത്തെ മെസ്സേജിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുന്നത്, യേശു നിങ്ങളുടെ കർത്താവാണ്. യേശു നിങ്ങളുടെ കർത്താവെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? ഈ കർത്താവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ കർത്തൃത്വം നടത്തുന്നവെന്ന. എന്റെ ജീവിതത്തിന്റെ ഏത് കാര്യത്തിന്റെയും കർത്താവ് എന്റെ യേശുവാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം പിന്നെ നമ്മൾ മറന്നുപോയത് എങ്ങനെയാ വരുന്നതെന്നറിയോ? ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ വരുമ്പോ അറിയാം ആരാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവെന്ന്. ശരിക്കും ആരാ നിങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവെന്നറിയോ? രക്ഷിക്കപ്പെട്ടപ്പോ കർത്താവിനോട് പറഞ്ഞു, യേശുവെ അങ്ങാണ് എന്റെ കർത്താവെന്ന് പറഞ്ഞെങ്കിലും ശരിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൂടെ മനസ്സിലാകും കർത്താവ് ആരാന്നറിയോ? നിങ്ങൾ തന്നെ. നിങ്ങളുടെ ജീവിതത്തിന്റെ കർത്തൃത്വം നിങ്ങൾ തന്നെ ഇന്നും നടത്തുന്നത്. അത് പരിശുദ്ധാത്മാവ് ഇന്ന് എന്നോട് സംസാരിക്കാനിടയായി തീർന്നു. രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടത് മറ്റൊരു രചനഭാഗം കർത്താവ് എനിക്ക് നൽകി തന്നപ്പോൾ അതിൽ കൂടെ എന്നോട് കർത്താവ് സംസാരിച്ചു. പലപ്പോഴും യേശുവിനെ ഒരു ഗുരുവായിട്ട് ഫോളോ ചെയ്തവരുണ്ട് ശിഷ്യന്മാര്. യേശുവിനെ ഒരു റബി, അവർ വിളിക്കുന്ന റബി എന്ന് വിളിക്കും, അല്ലെ? റബൂനി എന്ന് വെച്ചാൽ ഗുരുവാ, നല്ല വചനം പഠിപ്പിക്കുന്ന ആളാ കർത്താവ്. അതുകൊണ്ട് അങ്ങനെ ഫോളോ ചെയ്തവരുണ്ട്. ചിലര് യേശുവിനെ ദാവീദ് പുത്ര എന്ന് വിളിച്ചവരുണ്ട്, ദൈവപുത്രൻ എന്ന് പറഞ്ഞവരുണ്ട്, അങ്ങനെ പ്രവാചകൻ എന്ന് പറഞ്ഞവരുണ്ട്. ഇന്ന് കർത്താവ് ഈ കോമ്പസ് മിനിസ്ട്രിയിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോ വ്യക്തികളോടും ചോദിക്കും, നിങ്ങൾക്ക് ശരിക്കും കർത്താവ് എന്ന് പറയുന്ന ആൾ ആരാ? രക്ഷിതാവായിട്ടാണോ? ചിലർ പറയും എന്റെ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു. അപ്പം ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളെ ഒന്ന് അർത്ഥം മനസ്സിലാക്കി ഞാൻ തരാം. ഇപ്പൊ അക്സ എന്ന് പറയുന്ന എന്നെ വ്യക്തി എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ നിങ്ങൾ എന്നെ വചനം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകയായിട്ടാണ് കാണുന്നത്. എന്നാൽ ഈ സൂം മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നെ വെയിറ്റ് നിൽക്കുന്ന ഒരു കുഞ്ഞുണ്ട്. കുഞ്ഞിന് ഞാൻ അമ്മയാ. കുഞ്ഞിനോട് ഞാനൊരു ശുശ്രൂഷകയായിട്ട് ചെന്നിട്ട് കാര്യമില്ല. കുഞ്ഞിന്റെ അടുക്ക് ഞാൻ ചെന്നാൽ അവന് ഞാൻ അമ്മയാ. എന്നാൽ എന്റെ ഭർത്താവ് വരുമ്പോൾ ഞാൻ എന്റെ ഭർത്താവിന് ഭാര്യയാ. ജോലിയിൽ ചെല്ലുമ്പോൾ എനിക്ക് എന്റേതായ വ്യക്തിപരമായ റോളുകളൊക്കെ ഉണ്ട്, അല്ലെ? എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ മോളാ. അപ്പം ഏത് രീതിയിൽ എന്നെ കാണണം എന്ന സാഹചര്യം വെച്ച പോലെ ഇരിക്കും ഞാൻ. ആദ്യമായി എന്നെ യൂട്യൂബിലൊക്കെ മെസ്സേജ് കേൾക്കുമ്പോൾ സിസ്റ്ററുടെ മെസ്സേജ് ഒക്കെ ഞങ്ങൾ കേൾക്കണം, പക്ഷെ ഒരു ആത്മബന്ധം അതിനകത്തില്ല. മെസ്സേജ് കേട്ടത് കൊണ്ട് അക്സസ്ഫുള്ളായിട്ട് ബന്ധമുണ്ടെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല, ഇല്ലേ? ഇതുപോലെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച നാളത്തെ യേശുവിന്റെ കർത്താവ്, ഇപ്പൊ അത് പറയുന്നതിന് ഇപ്പൊ എന്താ ബുദ്ധിമുട്ടല്ലേ? അത് ഒരാൾ ഏറ്റു പറയാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു. എന്നാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ അങ്ങനെ പോകുന്നവർക്ക് ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം വന്നാൽ അവർ അതിനെ വലുതായിട്ട് കാണും. എന്നാൽ യേശുവിനെ കർത്താവെന്ന് വാഗുകൊണ്ട് ഏറ്റു പറയുന്ന ഒരു വ്യക്തി, അതിന്റെ അർത്ഥം ആരാണ് ഈ കർത്താവ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ അവർ എന്ത് ചെയ്തോ കൂളായിട്ട് അതിനെ ഫേസ് ചെയ്യും. ഇന്ന് അതുകൊണ്ട് ഈ വചനമാണ് കർത്താവ് എന്നോട് സംസാരിക്കുവാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അതിൽ നിന്നിലേക്ക് ആഴമായിട്ടൊന്ന് കടക്കാൻ ആഗ്രഹിക്കാം. ഈ 10-ാം അധ്യായത്തിൽ തന്നെ അതിനുള്ള ഉത്തരവും ദൈവം തന്നിട്ടുണ്ട്. ഈ കർത്താവ് എന്നുള്ള വാക്കിന്റെ ശക്തി ഈ 9-ാം വാക്യത്തിൽ പറഞ്ഞല്ലോ, നമ്മൾ വാഗുകൊണ്ട് അത് ഏറ്റു പറയണം. വാഗുകൊണ്ട് ഏറ്റു പറയേണ്ട ഒരു കാര്യം നമ്മൾ ആദ്യം ഹൃദയം കൊണ്ട് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. യേശു
എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്നു. എന്റെ പിതാവിന്റെ അടുക്കൽ എനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? അപേക്ഷ കഴിക്കുന്നവൻ എന്റെ കർത്താവ്. അതുപോലെ തന്നെ എന്റെ കർത്താവ്, എന്റെ കർത്തൃത്വം നടത്തുന്നവൻ. അതായത് രക്ഷിക്കപ്പെട്ട് ഹൃദയത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കുന്ന നിമിഷം തൊട്ട് കർത്താവെ എന്റെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും, അതായത് എന്റെ ആത്മീക വശം, എന്റെ ഭൗതിക വിഷയങ്ങൾ, എന്റെ ശാരീരിക വിഷയങ്ങൾ, എന്റെ കുടുംബം, എന്റെ തലമുറ, എന്റെ ഭാവി, എന്റെ ജീവിതം, സകലത്തിന്റെയും കർത്തൃത്വം എന്റെ കർത്താവാണെന്ന് നിങ്ങൾ അന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ പ്രത്യേകത, ഇനി നിങ്ങൾക്ക് സ്വയമായി ഒരു തീരുമാനവും എടുക്കാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. എത്ര പേർക്ക് അതിന്റെ ആഴം മനസ്സിലാവുന്നുണ്ട്? ഇപ്പം ഭൂരിഭാഗം വ്യക്തികൾ ഇതിനകത്ത് വിവാഹം കഴിച്ചവരാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിവാഹം കഴിച്ചവരോട് ഞാൻ ചോദിക്കട്ടെ, ഈ വിവാഹം കഴിക്കാൻ പോകുന്ന ദിവസം പ്രത്യേകിച്ച് പെൺകുട്ടികളോട് മാതാപിതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഇന്ന് വരെ നിനക്ക് ഇഷ്ടമുള്ള പോലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ ഇന്ന് കല്യാണം കഴിയുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ന് തൊട്ട് നിനക്ക് ഇഷ്ടമുള്ള തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല, അല്ലെ? കല്യാണം കഴിച്ചു വിടുന്ന പെൺപിള്ളാരോട് അമ്മമാര് തലേ രാത്രിയിലും അതിന് മുമ്പൊക്കെ കൊടുക്കുന്ന ഒരു ക്ലാസ് ഉണ്ട്. എന്തോ കൊടുക്കുന്ന ക്ലാസ്? ഇന്ന് വരെയൊക്കെ നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേക്കാരും നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യായിരുന്നു, പക്ഷെ ഇന്ന് തൊട്ട് നിന്റെ കാര്യങ്ങളെല്ലാം ആര് തീരുമാനിക്കും? ഭർത്താവ് തീരുമാനിക്കും. അതുകൊണ്ട് പെൺപിള്ളാരൊക്കെ വീട്ടിൽ വരുമ്പോൾ ചോദിക്കുന്നത്, നിന്റെ അച്ഛനോട് പറഞ്ഞിട്ടാണോ നീ വന്നത് എന്നൊക്കെ ചോദിക്കാറില്ല അമ്മമാര്, ഇല്ലേ? ഇഷ്ടമുള്ളപ്പോൾ വരാൻ പറ്റത്തില്ല, പറയും അച്ഛൻ സമ്മതിച്ചിട്ടാണോ വന്നത്, നീ അച്ഛനോട് പറഞ്ഞു. എന്ത് കാര്യം ചോദിക്കുമ്പോൾ അമ്മമാരെ ഒന്ന് ഓർപ്പിപ്പിക്കും പെൺപിള്ളാരെ. നിന്റെ കിട്ടിയവനോട് നീ ചോദിച്ചോന്ന് ചോദിക്കുമല്ലേ? എന്തിനാ അത് ചോദിക്കുന്നത്? കാരണം അമ്മമാർക്കറിയാം ഇന്ന് വരെ ഞങ്ങളുടെ കയ്യിലായിരുന്നു, പക്ഷെ ഇന്ന് കർത്തൃത്വം ആർക്ക് കൊടുക്കുക? ഭർത്താവിന് കൊടുക്കുക. ഇന്ന് തൊട്ട് മോടെ കാര്യം ആരാ തീരുമാനിക്കുന്നത്? ഭർത്താവാ. അതിനെന്ത് ചെയ്യണം? ഭാര്യ ഒന്ന്, ആ പെൺകുഞ്ഞൊന്ന് വിധേയപ്പെട്ട് കൊടുക്കണം. ആ വിവാഹ ദിവസം, ആ വിവാഹത്തിന്റെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് അവളുടെ ഇഷ്ടങ്ങളും ഇച്ഛകളും അവളുടെ ജീവിതത്തെ കംപ്ലീറ്റ് ആയിട്ട് ആ ഭർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് പറയും, ഇന്നു മുതൽ ഞാൻ അങ്ങേക്ക് കീഴ്പ്പെട്ടിരുന്നോളാം, എന്റെ എല്ലാ തീരുമാനങ്ങളും ഇനി തൊട്ട് അച്ചാച്ചൻ എടുക്കുന്നെന്നാ പറയുന്നത്. അങ്ങനെയല്ലേ ശരിക്കും? അതുകൊണ്ട് ഞാൻ ഓർത്തിട്ടുണ്ട്, ഈ ഭർത്താവ് എന്നുള്ള പേര് എങ്ങനെ വന്നെന്ന് തന്നെ ഞാൻ ഓർത്തിട്ടുണ്ട്. കർത്താവിന്റെ കാലെടുത്ത് മാറ്റിയ ഭർത്താവ്. അപ്പൊ ഞാൻ ഓർത്തിട്ടുണ്ട് എങ്ങനെ ഈ ഭർത്താവും ഭാര്യ എന്നൊക്കെ പേര് വന്നത്. ഇപ്പോഴാണ് എനിക്ക് അതിന്റെ ഈ ദിവസങ്ങളിൽ ഈ വചനം ധ്യാനിച്ചപ്പോഴായി ശരിക്കും അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. ശരിക്കും ഭർത്താവ് എന്ന് പറയുന്ന ആളും കർത്തൃത്വം നടത്തുന്ന ആളാ. ഇനിയും തൊട്ട് ഈ പെൺകുട്ടിയുടെ എല്ലാ കാര്യവും ഭർത്താവാ ചെയ്തു കൊടുക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് സ്വയമായിട്ട് തീരുമാനങ്ങളില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, തീരുമാനങ്ങളുണ്ട്. എന്നാൽ ആ തീരുമാനങ്ങളെ ഭർത്താവുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ അതിനെ ബുദ്ധിപരമായും എന്തോ പറഞ്ഞ ഏറ്റവും നന്നായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ഭർത്താവ് ഒന്ന് സഹായിക്കും. ഇത് തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും ആഗ്രഹിക്കുന്ന. മോളെ, നീ എന്നെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ നീ പോലും അറിയാതെ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞോണ്ടാ കൊടുക്കേണ്ടത്, പക്ഷെ ഇന്ന് അറിയാത്ത കുറെ പേര് ഇതിനകത്തുള്ളതുകൊണ്ട് ഞാൻ പറയുക, അറിയാതെ നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവ് ഇന്ന് തൊട്ട് അങ്ങാണ് എന്റെ കർത്താവ്, ഇന്ന് തൊട്ട് എന്റെ എല്ലാ കാര്യത്തിനും കർത്തൃത്വം അങ്ങ് എടുക്കും നമ്മൾ പറഞ്ഞു. പക്ഷെ സംഭവിക്കുന്നത് പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ കർത്തൃത്വം ആർക്ക് കൊടുക്കുന്നില്ലെന്നറിയാമോ? കർത്താവിന് കൊടുക്കുന്നില്ല. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. കർത്താവിന് കർത്തൃത്വം കൊടുത്ത ആൾക്കാരുടെ ജീവിതവും അവരോട് ഒരു വാക്ക് സംസാരിച്ച് നമുക്ക് മനസ്സിലാവും. കാരണം ഏത് വലിയ പ്രശ്നത്തിന് മുമ്പിൽ അവർ കൂളായിട്ടിരിക്കും. കർത്താവ് ഏറ്റിട്ടുണ്ടെന്ന് പറയും. കർത്തൃത്വം കൊടുക്കാത്ത വ്യക്തികൾക്ക് ടെൻഷൻ അടിച്ച് നടക്കും. 10 രൂപയുടെ കുറവുണ്ടെങ്കിലും അയ്യോ ആകമാന ബ്ലഡ് പ്രഷർ ഒക്കെ കൂട്ടി ഭയങ്കര നെഞ്ചുവേദനയൊക്കെ വന്ന് കൈക്കും കാലിനും പെരുച്ചൽ പറഞ്ഞ കൈയും കാലൊക്കെ പെരുത്ത് വരും. എനിക്ക് ഈ വിഷയത്തെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നറിയാം. എന്തുകൊണ്ടാണ് കർത്തൃത്വം കർത്താവിനെ കൊടുത്തിട്ടില്ല? കർത്തൃത്വം കൊടുത്ത വ്യക്തികൾ എങ്ങനെയാണെന്നറിയാവോ? ഉറപ്പോടെ നിൽക്കും. കർത്താവ് അറിയാതെ ഒന്നും ജീവിതത്തിൽ സംഭവിക്കത്തില്ലെന്ന് പറയും. മനസ്സിലായി ഞാൻ പറയുന്നത്? ഇപ്പൊ കർത്തൃത്വം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇതെന്നാ കൊടുത്തെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു. നിങ്ങളെ രക്ഷിക്കപ്പെട്ട ദിവസമാണ് ഈ കർത്തൃത്വം കൊടുത്തത് കർത്താവിന്. എന്റെ എല്ലാം അപ്പന്റെ കരങ്ങളിൽ ഞാൻ തരികയാണ്. ഇനി അതിന്റെ 12ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ, ആർക്കും പ്രത്യേകതയില്ല. ദൈവമക്കളോട് കർത്താവ് പറയുക, മക്കളെ നിങ്ങളുടെ എല്ലാവരുടെയും കർത്താവ് ഞാൻ തന്നെയാ, ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. എന്ന് വെച്ചാൽ കർത്താവിന്റെ കർത്തൃത്വം, ഞാൻ ആ പറയുന്ന വാക്ക് എടുത്തൊന്നുകൂടെ പറയാൻ ശ്രദ്ധിക്കണം എല്ലാവരും. കർത്താവിന്റെ കർത്തൃത്വം മനസ്സിലാക്കുന്ന ഒരു ദൈവ പൈതലിനോട് പറയുന്ന വാക്കാണിത്. അതുകൊണ്ട് എടുത്ത് പറഞ്ഞ എല്ലാവർക്കും കർത്താവ് ഒരുവൻ അവിടെ എടുത്തെഴുതിയത്. ഞാനാണ് നിങ്ങളുടെ കർത്താവ്. എന്റെ കർത്തൃത്വം മനസ്സിലാക്കുന്ന ഏതൊരു വ്യക്തി എന്നെ വിളിച്ചപേക്ഷിച്ചാൽ അവർക്ക് എന്തുണ്ട്? കൊടുക്കുവാനുള്ള സമ്പന്നത എന്റെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കും, കർത്താവ് ഞാൻ വിളിച്ചപേക്ഷിച്ചത് എന്താ എനിക്ക് ഉത്തരം തരാത്തെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, മോളെ നീ എന്നെ മനസ്സിലാക്കിയിട്ടല്ല എന്നോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ നിന്റെ ആരാന്ന് നീ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. വെറുതെ ഒരു നാമം. അപ്പൊ എല്ലാവരും ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇടയിലും ദൈവമക്കളല്ലാത്തവര്, അവിശ്വാസികളായ ആൾക്കാർ, അവർക്കും വിളിക്കാൻ കുറെ നാമങ്ങളില്ലേ? ഇല്ലേ?
ഈ ശബരിമലയുടെ ഒക്കെ സമയത്ത് കണ്ടിട്ടുണ്ടോ? ഈ അയ്യപ്പ ഭക്തന്മാരൊക്കെ വിളിച്ചുകൊണ്ട് നടക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അവർക്കും ഒരു നാമമുണ്ട് അല്ലേ? അവരിങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കും. അതുപോലെ ഒരു നാമമായിട്ട് നിങ്ങൾ കാണരുത് യേശുവിന്റെ നാമം. ഇന്ന് ഞാൻ വീണ്ടും അത് ഓർപ്പിക്കുക. ദേവന്മാരുടെ പേര് പോലത്തെ ഒരു പേരല്ല നമ്മുടെ കർത്താവിന്റെ നാമം. അത് എത്ര പേര് ഇന്ന് വിശ്വസിക്കുന്നുണ്ട്? യേശുവിന്റെ നാമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ നാമത്തിന്റെ മുമ്പിൽ സകല ലോകത്തിലെയും അല്ലെങ്കിൽ എല്ലാ ശക്തികളും മുഴങ്കാലും അടക്കുന്ന കർത്താവിന്റെ നാമം. അല്ലേലിയ, കർത്താവിന്റെ നാമമാണ് യേശുവിന്റെ നാമം. എന്നാൽ ആ നാമത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് ആരാണെന്ന് മനസ്സിലാക്കി എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിപ്പാൻ കഴിവുള്ളവനെയാണ് ഞാൻ വിളിക്കുന്നതെന്ന് മനസ്സിലാക്കി വിളിച്ചാൽ കർത്താവ് പറയാ, അങ്ങനെ വിളിക്കുന്നവർക്ക് ഞാൻ കൊടുക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോട് കർത്താവ് പറയുകയാണ്, ബുദ്ധിമുട്ട് അറിയുന്നവനാണ് നിന്റെ കർത്താവ്. പക്ഷെ കർത്താവ് പറയാം, എനിക്ക് ആ കർത്തൃത്വം തരണം. നിങ്ങളുടെ സാമ്പത്തികത്തിന്റെ കർത്തൃത്വം ആർക്ക് കൊടുക്കണം? കർത്താവിന് കൊടുക്കണം. അതായത് 30 ദിവസം ജോലി ചെയ്യുന്ന നിങ്ങൾ, സാലറി കിട്ടി. ഈ കിട്ടുമ്പോഴേ എത്ര പേര്, ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, എത്ര പേര് സാലറി കൈ കിട്ടിക്കഴിഞ്ഞ ഉടനെ, നിങ്ങൾക്ക് ചിലപ്പോൾ ബാങ്ക് അക്കൗണ്ടിലോട്ടായിരിക്കാം വരുന്നത്. ഇപ്പൊ എല്ലാം അഡ്വാൻസ്ഡ് ആണല്ലോ, അല്ല കയ്യിൽ കിട്ടുന്നവർ കാണും. ബാങ്കിൽ കിട്ടിയാലും കൈ കിട്ടിയാലും ആ അക്കൗണ്ടിൽ ആ പൈസ വരുന്ന ആദ്യത്തെ സെക്കൻഡ് നിങ്ങൾ ആ നന്മയുടെ ആ സ്ക്രീനിലോട്ട് കൈ വെച്ചിട്ട്, കർത്താവെ ഇത്ര രൂപ എന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്, ഞാൻ അപ്പനെ അറിയിക്കും. അപ്പനെ അറിയാം, എന്നാലും പറയാം, കർത്താവെ ഇന്ന് തൊട്ട് ഈ സാമ്പത്തികത്തിന്റെ കർത്തൃത്വം ഞാൻ അപ്പന് തരികയാണ്. എന്റെ കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരിടത്തേക്കും എന്റെ ഒരു നന്മ ഇതിനകത്തുനിന്ന് പോകരുത്. 1 രൂപ പോലും എന്റെ കർത്താവിന്റെ ഇഷ്ടമല്ലാത്തിടത്തേക്ക് എന്റെ നന്മ പോകരുതെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, കർത്താവെ എന്റെ സാമ്പത്തികത്തിന്റെ കർത്തൃത്വം ഞാൻ അപ്പന്റെ കരങ്ങളിലേക്ക് തരുന്നു എന്ന് പറഞ്ഞു നോക്ക്. ഞാൻ പറയാം, വലിയ അത്ഭുതങ്ങളെ ഈ പ്രാർത്ഥന സൃഷ്ടിക്കും. എന്റെ ജീവിതത്തിൽ നടന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പലപ്പോഴും നമ്മളെ കർത്തൃത്വം അങ്ങ് ഏറ്റെടുക്കും. സാമ്പത്തികത്തിന്റെ ഇപ്പൊ 10,000 രൂപ സാലറി കിട്ടിയാൽ പറയും, ആദ്യം കിട്ടുന്നതിന് മുമ്പേ പറയും, നാളെ സാലറി കിട്ടും, രാവിലെ വാടക കൊടുക്കണം, മറ്റേത് കൊടുക്കണം, വണ്ടിയുടെ CC അടയ്ക്കണം, കുഞ്ഞിന്റെ ഫീസ് കൊടുക്കണം. ഇതെല്ലാം നിങ്ങൾ അങ്ങ് ഡിസൈഡ് ചെയ്യും. എന്നിട്ട് പൈസ തികയാതെ വരും, പറയും കർത്താവെ തികയുന്നില്ല കേട്ടോ. അപ്പൊ കർത്താവ് ചോദിക്കും, തീർന്നു കഴിഞ്ഞപ്പോഴാണ് എന്നെ ഓർത്തത്. ശരിക്കും കർത്തൃത്വം ആർക്ക് കൊടുക്കണമെന്നറിയോ? കർത്താവിന് കൊടുക്കണം. കർത്താവിനോടൊന്ന് അഭിപ്രായം ചോദിച്ചു നോക്കി. വാടക കൊടുക്കണം കർത്താവ്. അതിന്റെ അടുത്ത് കർത്താവ് വാടക കൊടുക്കരുതെന്ന് പറയത്തില്ല. എന്നാൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, മക്കളെ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്യും, ദൈവം ബുദ്ധി പറഞ്ഞു തരും, ദൈവം ആലോചന പറഞ്ഞു തരും. അത് ആലോചന കേൾക്കണമെങ്കിൽ കർത്താവുമായിട്ട് ബന്ധം വേണമെന്ന്, കർത്താവിന്റെ കൂടെ നടക്കണമെന്ന്, കർത്താവുമായിട്ടൊന്ന് സംസാരിക്കണം. കർത്താവ് എന്റെ കയ്യിൽ ഇത്ര രൂപ കിട്ടും, ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് പറയാം. എന്നിട്ടാ പറഞ്ഞേ, എല്ലാവർക്കും കർത്താവ് ഒരു എന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നന. ഇന്ന് വരെ സാമ്പത്തിക നന്മകളുടെ കർത്തൃത്വം കർത്താവിന് കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് കൊടുക്കണം. കർത്താവെ ആ ഏരിയ ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. ഒരു വീട് നിങ്ങൾ മേടിച്ചു, ഒരു വീട് നിങ്ങൾ ഒരു പുതിയൊരു വീട് ഒരാൾ പണിതു. ആ പണിത് അവരവിടെ താമസിക്കുമായിരുന്നു. അവരിൽ നിന്നാണ് നിങ്ങൾ ആ വീട് മേടിക്കുന്നെന്നിരിക്കട്ടെ, ഓണറിന്റെ കയ്യിൽ. നിങ്ങൾ പോയി വീടിന്റെ ഓണർഷിപ്പ് എഴുതി മേടിച്ചപ്പോൾ വീട് മൊത്തമായിട്ടാണ് മേടിച്ചത് അല്ലേ? നിങ്ങൾ മൊത്തം തുക കൊടുത്ത് മേടിച്ചു. എന്നാൽ നിങ്ങൾ മേടിച്ച് താക്കോല് തരുന്ന ദിവസം നിങ്ങൾ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീടിന്റെ ഓണർ പറയുക, വീട് മൊത്തം പൈസ തന്നു, ശരിയാ, കീ തരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സിറ്റ് ഔട്ടിൽ ഇരിക്കാം, ലിവിംഗ് റൂമിലും ഇരിക്കാം, ഡൈനിങ് ടേബിളിലും ഇരിക്കാം, കിച്ചണിലും ഇരിക്കാം, ഒരു ബെഡ്റൂം തരും, ബാക്കി ബെഡ്റൂം ഒക്കെ എന്റെയാ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ചോദിക്കും, അതെങ്ങനെയാ? ഞങ്ങൾ വീടിന് മൊത്തമല്ലേ പേയ്മെന്റ് തന്നത്? അതെ, പക്ഷേ ഇത്രേ തരത്തുള്ളൂ, ഇത്രയും റൂമുകളെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും സമ്മതമാകുമോ? നമുക്ക് സമ്മതമല്ലല്ലേ? എന്തുകൊണ്ടാ? നമ്മളിത് മൊത്തമായിട്ടാണ് മേടിച്ചത്. ഇതുപോലെ കർത്താവിനെ സ്വന്തം രക്ഷിതായി സ്വീകരിച്ചപ്പോൾ നമ്മുടെ മുഴുവൻ കർത്താവിന് കൊടുത്തു. നിങ്ങൾ അറിയാതെ കൊടുത്തെങ്കിൽ ഇന്ന് ഓർത്തണം, നിങ്ങൾ ഇതൊന്ന് തിരിച്ചറിയണം. യേശുവിനെ സ്വന്തം രക്ഷതായി സ്വീകരിച്ചപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ നിങ്ങൾ കർത്താവിന് കൊടുത്തു. ശാരീരികം, മാനസികം, ആത്മീകം, ഭൗതികം, സാമൂഹികമായ എല്ലാ മേഖലകളും കൂടെ കർത്താവ് മേടിച്ചത്. നിങ്ങളെ വില കൊടുത്ത് മേടിക്കുമായിരുന്നു. നമ്മുടെ ആത്മീകത മാത്രമാണ് നിങ്ങൾ കൊടുത്തെങ്കിൽ, അതായത് എന്റെ ആത്മാവിനെ മാത്രമേ ഞാൻ കർത്താവിന് കൊടുക്കുന്നുള്ളൂ, എന്റെ ഭർത്താവിനെ കൊടുക്കത്തില്ല, എന്റെ മക്കളെ കൊടുക്കത്തില്ല, എന്റെ സാമ്പത്തികം കൊടുക്കത്തില്ല, മറ്റൊന്നും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ കർത്താവ് പ്രവർത്തിക്കത്തുമില്ല. ഞാൻ ഇന്ന് പറയുക, ഇന്ന് ചിലർക്ക് ആ രഹസ്യം ഞാനൊന്ന് വെളിപ്പെടുത്തി തരിക. എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ വിടുതലില്ലാത്ത പറഞ്ഞ കാരണം? കർത്താവ് പറയും, മക്കളെ മോളെ നീ എനിക്ക് ആ കർത്തൃത്വം തന്നിട്ടില്ല. ശരിക്കും കർത്താവ് നമ്മളെ എങ്ങനെ വീണ്ടെടുത്തെന്ന് ചിന്തിക്കും. ഞാൻ ചോദിക്കട്ടെ, പത്രോസിനോട് പറഞ്ഞു, നീ എന്റെ പുറകെ വാ, നീ എന്നെ ഫോളോ ചെയ്താൽ നിന്നെ മനുഷ്യരെ പിടിപ്പിക്കുന്നവരാക്കും. പത്രോസും ശിഷ്യന്മാരൊക്കെ യേശുവിനെ പിന്തുടർന്നപ്പോ പറയുക, എനിക്ക് നിങ്ങളുടെ ആത്മീയത മാത്രമേ അറിയത്തുള്ളൂ എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അവരുടെ വിശപ്പ് എന്തെങ്കിലും കർത്താവ് മാറ്റുമായിരുന്നോ? അവർ കർത്താവിനെ എങ്ങനെ വിളിച്ചത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വചനങ്ങൾ സുവിശേഷങ്ങളൊക്കെ വായിക്കുമ്പോൾ അറിയാം, കർത്താവെ കർത്താവെ എന്ന് വിളിച്ചാ അവര് യേശുവിനെ പിന്തുടർന്ന അല്ലേ?
കർത്താവെ എന്ന് വിളിച്ച് ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചവർക്കൊക്കെ വിടുതൽ അപ്പം കൊടുത്തിട്ടുണ്ട് കർത്താവ്. കാരണം എന്തറിയോ? വിളിക്കുന്ന ഇങ്ങനെ ആശ്രയിക്കുക പ്രാർത്ഥനയുടെ അർത്ഥം. എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്നവനെ എനിക്ക് ഈ കാര്യം ചെയ്തു തരാനാ പറയുന്നത്. ശരിക്കും ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കിയോ നിങ്ങള്? എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്നവനെ എനിക്ക് ഈ വിഷയം. നിങ്ങളൊന്ന് ഓർത്തെ, നിങ്ങളുടെ പ്രാർത്ഥനകൾ, പേഴ്സണൽ പ്രയറിൽ നിങ്ങൾ എത്ര വട്ടം കർത്താവെ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്? നാളെ തൊട്ടൊന്ന് എണ്ണി നോക്കണം, അല്ലെ പിള്ളേരെ ഏൽപ്പിച്ചാൽ മതി. മോളെ, ഞാൻ കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ എത്ര വട്ടം. ഞങ്ങളുടെ ചർച്ചിൽ ഒരു പ്രാവശ്യം ഒരു അപ്പച്ചനുണ്ട്. അപ്പച്ചൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഹല്ലേലൂയ ഹല്ലേലൂയ ഒത്തിരി വട്ടം പറയും. അപ്പൊ ഒരു ദിവസം ഞങ്ങളുടെ ചർച്ചിൽ ഒരു മിടുക്കൻ ഒരു ചെറുക്കനുണ്ടായിരുന്നു. അവൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോ പറഞ്ഞു, അപ്പച്ച ഇന്ന് അപ്പച്ചൻ 118 വട്ടം ഹല്ലേലൂയ പറഞ്ഞു. അപ്പച്ചന് ഷോക്കായിപ്പോയി. കാരണം അപ്പച്ചൻ പോലും അറിഞ്ഞില്ല ഇത്രയും വട്ടം ഹല്ലേലൂയ പറയുന്നുണ്ടെന്ന്. അപ്പൊ പിള്ളേരൊക്കെ എണ്ണും. പിള്ളേർക്ക് ഇഷ്ടമാണ്. ചില പാസ്റ്റർമാരുടെ മെസ്സേജിനകത്ത് ചില സ്തോത്രം ഒക്കെ എണ്ണും. അങ്ങനെയൊക്കെ പറയുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. ഗ്ലോറി ഒക്കെ എണ്ണുന്നവരെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാനത് പറയാൻ കാരണം, നമ്മൾ തന്നെ നോക്കിയാൽ മതി നമ്മൾ എത്ര വട്ടം ഒരു ദിവസം കർത്താവേ 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 എന്ന് വിളിക്കുന്നു. പക്ഷെ കർത്താവ് എന്ന് ചോദിക്കാം, മക്കളെ നിങ്ങൾ ശരിക്കും ഈ വിളിക്കുന്നുണ്ട് ഹൃദയത്തിൽ നിന്നല്ല വിളി. കാരണം ഹൃദയത്തിൽ നിന്ന് വരുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി വിളിക്കും. മനസ്സിലായോ? നിങ്ങൾക്ക് ഞാൻ പറയുന്ന ആ അർത്ഥം അതുപോലെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കയറണം കേട്ടോ. അതുകൊണ്ട് എത്രയും ശാന്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, യേശുവേ കർത്താവേ കർത്താവേ കർത്താവ് ചോ എനിക്ക് നാളെ പൈസ തരണേ കർത്താവേ, എന്റെ മക്കളുടെ ഭാവി കിടക്കണം, ഇങ്ങനെ പ്രാർത്ഥിക്കുക കർത്താവ് വയ്ക്കുക. അതൊരു ശരിക്കും പറഞ്ഞ ഇന്ന് പെന്തക്കോസ്തുകാർ ഏറ്റവും ഉള്ള പ്രാർത്ഥന കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നത് ഒരു എന്താ പറഞ്ഞ ജൽപ്പനമായിട്ട് മാറി. അർത്ഥം അറിയാതെ പ്രാർത്ഥിക്കുന്ന പലരും. ശരിക്കും നമ്മുടെ പ്രാർത്ഥനകളുടെ അർത്ഥം നമ്മളൊന്ന് മനസ്സിലാക്കി ഉള്ളിരുത്തി പ്രാർത്ഥിച്ചാണല്ലോ പല പ്രാർത്ഥനകളും നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. കാരണം അർത്ഥം അറിഞ്ഞല്ല പ്രാർത്ഥിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറയാം, കർത്തൃത്വം നടത്തുക എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിന്റെയും തുടക്കം കർത്താവിന് കൊടുക്കണം. ഉദാഹരണം ഞാൻ ഒന്നുകൂടെ പറയാം. നിങ്ങളുടെ വീടുകളിൽ, നമ്മുടെ നാട്ടില് ഞാൻ വളർന്നപ്പോ എനിക്ക് ഓർമ്മയുണ്ട് ഒരു കാര്യമുണ്ട്. എല്ലാ വീട്ടുകളിലും അപ്പച്ചന്മാരാ വീട്ടിലെ തീരുമാനം എടുക്കുന്നത്, അതായത് അങ്കിളുമാര്. ഇപ്പം പിള്ളേർ ഒരിടത്ത് പോകണം, മമ്മി ഞങ്ങള് അവിടെ മമ്മിയുടെ വീട്ടിലൊന്ന് പോക്കോട്ടെ, അല്ലെ ഫ്രണ്ടിന്റെ. അപ്പൊ ഉടനെ അമ്മമാര് പറയുന്ന വാക്കുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പപ്പായോട് ചോദിച്ചിട്ട് ചെയ്തോളാൻ പറയും. ആണോ? ഇന്ന് വല്ല മാറ്റവും വന്നിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഇന്നും അങ്ങനെ ചെയ്യുന്ന വീടുകളുണ്ടോ? അപ്പന്മാരോട് തീരുമാനം എടുത്ത് പോകുന്ന വീടുകളുണ്ടോ? അത് അനുഗ്രഹം കേട്ടോ. അല്ലാതെ തീരുമാനങ്ങൾ എടുക്കരുത്. അപ്പനെയും അമ്മയും ദൈവം തന്നിരിക്കുന്നത് മക്കളുടെ കാര്യങ്ങൾ ഏറ്റവും നന്നായി ചെയ്യാനാ. ഇപ്പൊ ഭാര്യമാര് പറയും പപ്പായോട് ചോദിച്ചിട്ട് പൊക്കോളാൻ പറയും മക്കളോട്, ഇല്ലേ? ഭാര്യമാർക്ക് എന്തെങ്കിലും വേണമെങ്കിലോ അച്ചായനോട് പോയി ചോദിക്കും. എന്തുകൊണ്ടാ? ആ വീടിന്റെ നിയന്ത്രണം മുഴുവൻ ആ ഭർത്താവിന്റെ കയ്യിലാണ്. അപ്പം തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ചോദിക്കണം. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് വരും. സാമ്പത്തികത്തിന്റെ വിഷയം ഞാൻ പറഞ്ഞു, കർത്തൃത്വം കർത്താവിന് കൊടുക്കണമെന്ന്. അപ്പൊ കർത്താവ് പറഞ്ഞു തരും എങ്ങനെ അത് ഉപയോഗിക്കണമെന്ന്. രണ്ട്, ഇപ്പം ഞാൻ അതിന് മുമ്പ് രണ്ടാമത്തെ പോയിന്റിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ ഒന്നാമത്തെ പോയിന്റിൽ ഒരു ഉദാഹരണം നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പത്രോസിനും യേശുവിനും കരം കൊടുക്കണം. പത്രോസ് കർത്താവിന്റെ പുറകെയാണ് കർത്താവെ കർത്താവെ എന്ന് വിളിച്ചാണ് നടക്കുന്നല്ലേ. കർത്താവെ കരം കൊടുക്കണം, എന്തുവാ ചെയ്യണ്ടേ? അപ്പൊ അവൻ പറയുന്ന അതിന്റെ അർത്ഥം, കർത്താവെ എന്റെ സാമ്പത്തികത്തിന്റെ കർത്തൃത്വം അങ്ങയ്ക്കാ, എന്തുവാ ഞാൻ ചെയ്യേണ്ടെന്ന്? എന്റെ സാമ്പത്തികത്തിന്റെ കർത്തൃത്വം അങ്ങയുടെ കയ്യിലാ, ഞാൻ എന്തുവാ ചെയ്യേണ്ടെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറയാ, നീ എനിക്ക് തന്നല്ലേ കർത്തൃത്വം, ഒരു കാര്യം ചെയ്യും, ഞാൻ ചെയ്യാം. ഒറ്റ കാര്യം നീ ചെയ്താൽ മതി, പോയി ഒരു ചൂണ്ട ഇട്ടാൽ മതി കടലിൽ. എന്ത് കിട്ടും? ഒരു മീനെ കിട്ടും. ആരൊക്കെ തങ്ങളുടെ പടകും തങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങളുടെ കർത്തൃത്വം കർത്താവിന് കൊടുത്തിട്ടുണ്ട്, കർത്താവ് ബുദ്ധി പറഞ്ഞു തരും. കർത്താവ് പറയുന്ന ബുദ്ധി എന്ന് പറയുന്നത് മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമായ ബുദ്ധിയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അത് ആഴമായി കയറണം. സാമ്പത്തിക ബുദ്ധിമുട്ടിനകത്ത്, കടത്തിനകത്ത് കഷ്ടപ്പെടുന്നവരോട് കർത്താവ് പറയാം, മക്കളെ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തതല്ല, കാരണം കർത്തൃത്വം തന്നിട്ടില്ല. ഇല്ലെങ്കിൽ നമ്മൾ കർത്തൃത്വം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കർത്താവിനെ പഠിപ്പിക്കുന്നവരുണ്ട്. കർത്താവ് 10,000 രൂപ സാലറി കിട്ടി, പക്ഷെ എനിക്ക് ഇന്നത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, അതൊക്കെ ചെയ്യണം, ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇത്ര രൂപയുള്ളൂ വെച്ച് അങ്ങോട്ട് നമ്മൾ പഠിപ്പിക്കുക. അങ്ങനല്ല. ഇന്ന് തൊട്ട് കർത്താവിനോട് ചോദിക്കണം, അപ്പാ ഞാൻ എന്തുവാ ആദ്യം ചെയ്യേണ്ടത്? വാടക കൊടുക്കണം, ഇതൊക്കെ കർത്താവിന് അറിയാലോ, പക്ഷെ ഞാൻ ഇതിനകത്ത് ആദ്യം ഈ നന്മ കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? കർത്താവ് പറഞ്ഞു തരും. കർത്താവ് പറയുന്നത് പോലെ പൈസ അങ്ങോട്ട് ചെലവാക്കാൻ തുടങ്ങിയുണ്ടല്ലോ, ഞാൻ പറയാം, നിങ്ങൾ അത്ഭുതങ്ങളെ കാണാൻ തുടങ്ങും. എന്റെ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്ന് ദൈവമക്കളെ ഞാൻ ഈ പറയുന്നത്. ഞാൻ നാട്ടിൽ നഴ്സിംഗിൽ ജോലി ചെയ്തോണ്ട്, നഴ്സായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ട്യൂട്ടർ ആയിരുന്ന സമയത്ത് എന്റെ ആദ്യത്തെ സാലറി 4,680 രൂപയാണ്. പലപ്പോഴും എന്റെ വീട്ടിലെ ചെലവും, അനീതിമാരുടെ ഫീസ്, വീടിന്റെ വാടക, ചർച്ചിന്റെ വാടക എല്ലാം കൂടെ തികയണമെങ്കിൽ എനിക്കിന്ന് ഓർമ്മയുണ്ട് 7,500 8,000 രൂപയ്ക്ക് അടുത്ത് വരും. പക്ഷെ സാലറി 4,600 ഉള്ളൂ. എന്നാൽ എന്റെ മമ്മി എന്നോട് ഒരു ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ, സാമ്പത്തിക നന്മകളുടെ ഭദ്രത കർത്താവിന്റെ കാര്യങ്ങളെ കർത്താവ് തന്നാലേ ഉള്ളൂ. ഞാൻ അന്ന് എടുത്തൊരു തീരുമാനമുണ്ട്, കർത്താവ് എനിക്ക് ആദ്യം ജോലി കിട്ടുന്ന ആദ്യത്തെ മുഴുവൻ സാലറി ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കും. ദൈവമക്കളെ ഈ തീരുമാനം എടുക്കുമ്പോൾ
ഈസി അല്ലായിരുന്നു കേട്ടോ. കാരണം എന്റെ ജോലി ഒന്ന് കിട്ടി സാലറി കിട്ടാൻ വെയിറ്റ് ചെയ്യുക, വീടിന്റെ വാടക കൊടുക്കാനും എല്ലാം. എന്നാൽ ആദ്യം സാലറി കിട്ടിയപ്പോൾ ഞാൻ കർത്താവ് ഞാൻ 1 രൂപ പോലും എടുക്കത്തില്ല. ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ കാരണം, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നോട് ചോദിച്ചു, നിന്നെ നഴ്സിംഗിന് വിട്ടത് ഞാനല്ലേ? ഞാൻ പറഞ്ഞു അതെ കർത്താവ്. ലോൺ തന്നത് ഞാനല്ലേ? നിങ്ങൾക്ക് എന്റെ ടെസ്റ്റിമണി അറിയാമല്ലോ. അതെ. ഇതുവരെ നിന്നെ നടത്തിയത് ഞാനല്ലേ? ഞാൻ പറഞ്ഞു കർത്താവേ അതെ. അങ്ങനെയെങ്കിൽ എന്നോട് ആദ്യം ചോദിച്ചു, നിനക്ക് ആദ്യം കിട്ടുന്ന നിനക്ക് എനിക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതായത് നമുക്ക് ഇങ്ങോട്ട് മേടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കർത്താവ് ഒരു 10 ലക്ഷം രൂപ ഇങ്ങോട്ട് നിങ്ങൾക്ക് തരുവാന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് സന്തോഷിക്കും ഇല്ലേ? കർത്താവ് പറയും, മോളെ നാളെ നിനക്ക് രാവിലെ 10 മണിയാകുമ്പോൾ ഒരു 10 ലക്ഷം രൂപ തരും. ആരെങ്കിലും വേണ്ടാന്ന് പറയുന്നവർ ഇതിനകത്ത് കാണുമോ? 10 ഉള്ളോന്ന് ചോദിക്കുന്നവരായിരിക്കും ഇല്ലേ? ഒരു 15 കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു അല്ലെ? എന്നാൽ കർത്താവ് നിങ്ങളോട് ചോദിക്കുക, മോളെ ആ 10 ലക്ഷം രൂപ എനിക്ക് തരാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുമോ? ബുദ്ധിമുട്ടാ. കാരണം നമുക്ക് മേടിക്കാനേ ഇഷ്ടം. ഇത് കർത്താവ് എന്നെ പഠിപ്പിച്ചത് ഞാൻ പറഞ്ഞു. എന്റെ ആദ്യത്തെ സാലറി കിട്ടിയപ്പോൾ കർത്താവ് എന്നോട് ചോദിച്ചു, മോളെ ഞാൻ നിനക്ക് ഇത്രേ. പക്ഷെ കർത്താവ് പറഞ്ഞത്, ഞാൻ പറയുന്നവർക്ക് നീ ആ നന്മ കൊടുക്കണം. എന്റെ വേലയിലായിരിക്കുന്ന ദൈവദാസന്മാർക്ക് നീ ആ നന്മ കൊടുക്കണമെന്ന് പറഞ്ഞു. ആദ്യം തീരുമാനം എടുത്തപ്പോൾ എളുപ്പമായിരുന്നു. പക്ഷെ സാലറി കയ്യിലോട്ട് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ സാലറി മനസ്സിനൊരു ചഞ്ചലപ്പൊക്കെ വരാൻ തുടങ്ങി. പെട്ടെന്ന് ഞാൻ കർത്താവ് നടത്തിയ വിധങ്ങളൊക്കെ ഒന്ന് ഓർത്തു. ഇന്നല്ലേ കയ്യിലോട്ട് സാലറി കിട്ടിയത്. ഈ സാലറി കിട്ടുന്നതിന് മുമ്പ് 1 മാസ വരുമാനം പോലും കൃത്യമായി കിട്ടാതിരുന്ന ഒരു സമയത്ത് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തന്റെ ധനത്തിനൊത്തവണ്ണം തന്നൊരു കർത്താവുണ്ട്. ഒന്നിനും കുറവ് വരുത്താതെ തന്നൊരു കർത്താവുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കൃത്യമായി മാസവരുമാനം ഉള്ളപ്പോൾ നമുക്കൊരു ഉറപ്പുണ്ടാകും 30-ാം തീയതി സാലറി കയറുമെന്ന്. ഇതൊന്നും ഇല്ലാഞ്ഞൊരു സമയത്ത് ഭക്ഷണത്തിന് ഭക്ഷണം, വസ്ത്രത്തിന് വസ്ത്രം, ഒന്നിനും മുട്ടില്ലാതെ നടത്തിയ കർത്താവിനോട് ചോദിച്ചു, ഇന്ന് നിന്റെ കയ്യിൽ ആ നന്മ തരുന്നപ്പോൾ നിനക്ക് തരാൻ പറ്റുമോ? ദൈവമക്കളെ, സാലറി കിട്ടിയ അന്ന് തന്നെ ഞാൻ ആ പൈസ ഇങ്ങനെ കൈ മേടിച്ചു, ഒന്ന് എണ്ണി പോലും നോക്കിയില്ല. അതുപോലെ എന്റെ പപ്പാടെ അക്കൗണ്ടിൽ കൊണ്ടിട്ടിട്ട് പറഞ്ഞു, പപ്പ ഈ പൈസ കർത്താവിന്റെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കൊടുക്കണം. പപ്പ പറഞ്ഞു നല്ല തീരുമാനം. 1 രൂപ പോലും ഞങ്ങൾ എടുത്തില്ല. ഫുള്ള് ദൈവ നാമ മഹത്വത്തിന് വേണ്ടി നോർത്ത് ഇന്ത്യയിലും അതുപോലെ കഷ്ടപ്പെടുന്ന ദൈവമക്കൾക്ക് വേണ്ടി നന്മ കൊടുത്തു. ഞാൻ ഒരു കാര്യം പറയാം ദൈവമക്കളെ, ഇന്ന് ഞാൻ ജോലി ചെയ്യുന്നില്ല, എന്നാൽ ഞാൻ ഇത് പറയാൻ കാരണം, എന്ന് ആ നന്മയുടെ കർത്തൃത്വം കർത്താവിന് കൊടുത്തോ അന്ന് തൊട്ട് എന്റെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങൾ എന്റെ കർത്താവ് ഏറ്റെടുത്തെന്ന് പറയാൻ എനിക്ക് ഇന്ന് കഴിഞ്ഞ്. ഞാൻ നിങ്ങളോട് എന്റെ ടെസ്റ്റിമണി പറഞ്ഞിട്ടുള്ള എന്റെ വിവാഹം എങ്ങനെ നടന്നത്. വെറും 250 രൂപ എന്റെ പപ്പാടെ പേഴ്സിലുള്ളൂ. എന്നാൽ എന്റെ വിവാഹം എങ്ങനെ നടന്നെന്ന് ഇന്നും ഞാൻ തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ, എപ്പോഴാ നടന്നത്? മോദി 500-ന്റെ 1000-ന്റെ നോട്ട് റദ്ദാക്കിയ സമയത്ത്, ഒരു വ്യക്തിക്ക് പോലും സാമ്പത്തികമായി ഞങ്ങളെ സഹായിക്കാൻ കഴിയാതിരുന്ന സമയത്ത് എങ്ങനെ വിവാഹം നടന്നത് ഇന്നും തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ എനിക്ക് ഇന്നും അത്ഭുതമാ. കർത്താവ് എങ്ങനെയാ വിവാഹം നടന്നത്? കർത്താവ് പറയുക, നിന്റെ കർത്തൃത്വം നീ എനിക്ക് തന്നത് ഓർക്കുന്നുണ്ടോ മോളെ? ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്. അന്ന് തൊട്ട് നിന്റെ കാര്യം ചെയ്യേണ്ടത് എന്റെ ചുമതലയാ. സാമ്പത്തിക ബുദ്ധിമുട്ട് പലപ്പോഴും ദൈവമക്കളിൽ വരാൻ കാരണം സാമ്പത്തികം ഇന്നും നിങ്ങളുടെ കർത്തൃത്വത്തിലായിരിക്കുന്നത്. ഞാൻ തീരുമാനിക്കും ആർക്ക് കൊടുക്കണമെന്ന്, ഞാൻ തീരുമാനിക്കും എങ്ങനെ കൊടുക്കണമെന്ന്. ദൈവം പറയും, എന്നാ നീ ആ ഏരിയ കൈകാര്യം ചെയ്തോളാൻ പറയും. മനസ്സിലായോ? കംപ്ലീറ്റ് സറണ്ടറൻസിലേക്ക് വന്നില്ലെന്ന് വെറുതെ വിളിക്കുക കർത്താവേ എന്ന്. കർത്താവിന്റെ വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാം ഒന്നും മാറ്റിവെക്കാൻ പാടില്ല, സകലതും കർത്താവിന് കൊടുക്കണം. അതാ യഥാർത്ഥ കർത്താവെ എന്ന് വിളിക്കുന്ന ഒരു ഭക്തന്റെ ഹൃദയത്തിൽ നിന്ന് ആ പേര് ഉച്ചരിക്കുവാൻ ഇടയാകേണ്ട കാര്യം. അല്ലാതെ പറയുന്നത് കൊണ്ട് വെറും ജൽപ്പനവാ, ഹൃദയത്തിൽ ഒന്നും പറച്ചിൽ വേറുന്നു. മനസ്സിലായോ? അടുത്തത് ഞാൻ 2ാമത്തെ പോയിന്റിലേക്ക് വരിക. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിൽ തീരുമാനങ്ങൾ എടുക്കുന്ന പപ്പാമാരാന്ന് പറഞ്ഞല്ലോ. ചിലർ എന്നെ വിളിച്ചിട്ട് ചോദിക്കും, സിസ്റ്ററെ ഇതിനോട് നിങ്ങൾ എത്ര പേര് യോജിക്കുന്നൊന്നും അറിയത്തില്ല, പക്ഷെ എന്നെ കർത്താവ് പഠിപ്പിച്ചൊരു കാര്യം കേട്ടോ. എന്നോട് കർത്താവ് പറഞ്ഞ കാര്യം, എന്നോട് വ്യക്തിപരമായി. നമ്മള് പപ്പാമാർ ഇതിനകത്ത് ഒത്തിരി അങ്കിളുമാർ കയറിയിട്ടുണ്ടല്ലോ, ആന്റിമാർ കയറിയിട്ടുണ്ട്. നിങ്ങളുടെ തലമുറകൾ വന്ന് നിങ്ങളോട് ഒരു കാര്യം പറയും, മമ്മി എനിക്ക് ഇന്ന് വൈകിട്ട് 7 മണിക്ക് എന്റെ ഫ്രണ്ടിന്റെ വീട്ടില് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു കല്യാണം ഇതുണ്ട്, ഞാൻ പോവാം. അത് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് തീരുമാനം ചോദിച്ചിട്ട് പോകുന്നതാണോ ഇഷ്ടം, അതോ ഇൻ കേസ് വേറൊരു സ്ഥലത്താന്നിരിക്കട്ടെ ബസ് ടിക്കറ്റും ബുക്ക് ചെയ്തു ബാഗും പാക്ക് ചെയ്തിട്ട് താഴെ ഇറങ്ങി വന്നിട്ട് ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? അതാണോ ഒരു അനുവാദം? ഏതാ അനുവാദം? എല്ലാം ചെയ്യുന്നതിന് മുമ്പ് അപ്പനോട് വന്ന് എന്ത് ചെയ്യണം മക്കള്? അനുവാദം ചോദിക്കണം. ഇത് ഞാൻ പറയാൻ കാരണം, പലരും എന്നെ വിളിച്ചിട്ട് പറയും, സിസ്റ്ററെ ഞാൻ MOH എഴുതി, OET എഴുതി, ഇന്ന ജോലിക്ക് നാളെ ഇന്റർവ്യൂ നടക്കുക, ഞാൻ പോകാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചേക്ക്, സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് ദൈവഹിതാണെന്ന് പറയണം. കേൾക്കണേ, ദൈവഹിതാണെന്ന് പറയണം. നാളെ പോകാൻ ഇപ്പൊ ബാംഗ്ലൂരിൽ ഇന്റർവ്യൂ നടക്കുന്നെങ്കിൽ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്ത് വണ്ടി ബാഗും പാക്ക് ചെയ്ത് വെച്ചിട്ട് വിളിക്കുന്നത്. എന്നിട്ട് പറയും, സിസ്റ്ററെ ദൈവഹിതം അല്ലെങ്കിൽ എന്നെ വിടരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കും, ദൈവം തടയണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാ, എന്നെ തിരുത്തിയതാ കേട്ടോ പരിശുദ്ധാത്മാ, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ പപ്പായോട്
പപ്പ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു, നാളെയാണ് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകേണ്ടത്, രാവിലെയാണ് അവിടെ പ്രോഗ്രാം, വൈകുന്നേരം 6 മണിക്കാണ് ബസ് അല്ലെങ്കിൽ ട്രെയിൻ കോട്ടയത്തുനിന്നോ അല്ലെങ്കിൽ എറണാകുളത്തുനിന്നോ പോണം. ടിക്കറ്റും ബുക്ക് ചെയ്തു, ബാഗും പാക്ക് ചെയ്തു, ഫ്രണ്ടിനെ വിളിച്ച് പിക്ക് ചെയ്യാൻ വരണമെന്ന് പറഞ്ഞു, എല്ലാം റെഡി ആക്കിയിട്ട് പറയാം, പപ്പായ്ക്ക് ഇഷ്ടമല്ല എന്നെ വിടണ്ട, പക്ഷെ ഞാൻ ഇതെല്ലാം ചെയ്തു എന്ന് പറയുമോ നമ്മൾ? ഇഷ്ടമാണോ അല്ലയോ എന്ന് അറിയേണ്ടത് തുടക്കത്തിലെ, അതായത് അതിന് തീരുമാനം എടുക്കുന്നതിന് മുമ്പേ എന്ത് ചെയ്യണം? ചോദിക്കണം. അല്ലേ? അതല്ലേ എന്റെ ഒരു നടപ്പ്. നമ്മൾ ചോദിക്കില്ലേ, പപ്പമാര് ചോദിക്കത്തില്ലേ, ഇപ്പോഴാണോ നീ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണോ എന്നോട് വന്ന് പെർമിഷൻ ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കത്തില്ലേ? ഇങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ശരിക്കും നമ്മൾ കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പലർക്കും മറുപടി കിട്ടാത്തതിന്റെ രണ്ടാമത്തെ കുഴപ്പം എവിടെന്നറിയാമോ? നിങ്ങൾ തീരുമാനങ്ങൾ എടുത്തതിന് ശേഷമാണ് ദൈവത്തോട് ആലോചന ചോദിക്കുന്നത്. നിങ്ങൾക്ക് UK-ലോ അല്ലെ അമേരിക്കയിലോ പോകാൻ താല്പര്യമുണ്ട്, നിങ്ങൾ OET എഴുതി, നിങ്ങളുടെ ഉള്ളിൽ എല്ലാവരും പറഞ്ഞു OET എഴുതാം, ഞാൻ OET എഴുതി ഇന്റർവ്യൂവിന് പോകുന്നതിന്റെ തലേന്ന് സിസ്റ്ററെ ദൈവഹിതമെങ്കിൽ മാത്രമേ ദൈവം എന്നെ വിടാവുള്ളൂ എന്ന് പ്രാർത്ഥിക്കണോ? ഞാൻ പ്രാർത്ഥിക്കാറില്ല അങ്ങനത്തെ പ്രാർത്ഥന. കാരണം എന്നെ കർത്താവ് തടഞ്ഞു. കർത്താവ് പറഞ്ഞ കാര്യം, OET എഴുതുന്നതിന് മുമ്പ് കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നിട്ട് ചോദിക്കണേ, കർത്താവേ ഞാൻ എഴുതണോ? അങ്ങാണ് എന്റെ കർത്താവ്, അങ്ങക്ക് എന്റെ നാളെയെ കുറിച്ച് അറിയത്തുള്ളൂ. ഇത് പൈസ പോകുന്ന കേസാണോ? ഞാൻ ഇതുകൊണ്ട് പൈസ കൊടുത്ത് ഏജന്റിനെ കൊടുത്ത പോകുമോ? ഞാൻ UK പോണോ എന്ന് ആദ്യം കർത്താവിനോട് ചോദിക്കണം. അതായത് മുഴുവൻ സ്റ്റെപ്പുകൾ എടുക്കുന്നതിന് മുമ്പ് ചോദിക്കണം. എല്ലാ തീരുമാനങ്ങളും എടുത്തതിന് ശേഷം കർത്താവിനോട് പറയുന്നത്. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ചിലരുടെ പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥനകളിൽ പലപ്പോഴും കർത്താവിനെ വേദനിപ്പിക്കുന്നവടാ. കർത്താവെ അങ്ങ് തടയണം, ദൈവഹിതം അല്ലെങ്കിൽ അങ്ങ് തടയണം. ഞാൻ പറയുന്ന അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? എല്ലാം ശരിയാക്കി വെച്ചിട്ട് കർത്താവെ തടയണം. ഉദാഹരണം, OET എക്സാം എഴുതി ഇന്റർവ്യൂവിന് പോവുക, OET എക്സാം പാസ്സായി, അപ്പൊ നമ്മൾ വിചാരിക്കുന്നില്ല ദൈവഹിതമാണെന്ന്, അല്ലേ ജോലിയുടെ ഇന്റർവ്യൂ പാസ്സായി ദൈവഹിതമാ. എന്നാൽ ജോലി ചെന്ന് കേറി കഴിഞ്ഞപ്പോ പ്രശ്നം, അയ്യോ ഇത് ദൈവഹിതമല്ലായിരുന്നോ, ജോലി ഫയർ ചെയ്തു. സിസ്റ്ററെ ഞാൻ ദൈവം പറഞ്ഞിട്ട് ഇതിനെ ഇറങ്ങി തിരിച്ചത്. ചില വിവാഹങ്ങൾക്ക് വേണ്ടി ചിലർ എന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്നൊരു കാര്യമാണ്. കുടുംബം നല്ലത്, നല്ല ജോലി, കാണാൻ എടുക്കാൻ എല്ലാം സെറ്റ് ആയി കഴിഞ്ഞിട്ട് ചോദിക്കും, സിസ്റ്റർ ഇതൊന്നും എല്ലാം റെഡി ആയിട്ടോ. എൻഗേജ്മെന്റിന്റെ തലേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ എനിക്കറിയാം, സിസ്റ്റർ ഇത് ദൈവഹിതമാണെങ്കിൽ നടക്കാൻ പ്രാർത്ഥിക്കണോ? ദൈവമക്കളെ, നമ്മൾ എന്തോ ഈ കർത്താവിനെ കുറിച്ച് കരുതി വെച്ചേക്കുന്നത്? ഇനി എൻഗേജ്മെന്റ് അന്ന് രാവിലെ കർത്താവ് ഇത് തടഞ്ഞാലോ? പറ, നമ്മൾ ആ തടസ്സം സ്വീകരിക്കുമോ? ഇല്ല. കർത്താവിന് ഇഷ്ടം ആലോചന വരുമ്പോൾ, ചെറുക്കനോ പെണ്ണിനോ ആലോചന വരുമ്പോൾ ആ ഫോട്ടോയും പ്രൊഫൈലും എടുത്ത് ദൈവസന്നിധിയിലേക്ക് കയറണം. കർത്താവിനോട് ആദ്യം ആലോചന ചോദിക്കണം. കർത്താവേ, ഈ വ്യക്തിയാണോ എന്റെ മോക്ക് വേണ്ടി വെച്ചേക്കുന്നത്, മോന് വേണ്ടി വെച്ചേക്കുന്നത്? ചിലപ്പോ എല്ലാം പൊരുത്തമുള്ളതായിരിക്കും. നമ്മൾ പറഞ്ഞില്ലേ പൊരുത്തം എന്ന് പറഞ്ഞില്ല, എന്തോ പൊരുത്തം പറയുന്നത്? നമ്മുടെ കുടുംബത്തിന് ചേർന്നത്, പെണ്ണ് ഡോക്ടർ, ചെറുക്കന് ഡോക്ടർ, കാണാൻ കൊള്ളാം, ഹൈറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, എല്ലാം നോക്കുമ്പോൾ അടിപൊളി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിന് ഇറങ്ങിത്തിരിക്കുന്നത്. എന്നാൽ കുടുംബത്തിനകത്ത് കുടുംബ പ്രശ്നങ്ങൾ വരുമ്പോൾ ചിന്തിക്കും, സിസ്റ്റർ ഇത് ദൈവികതാന്ന് പറഞ്ഞ് ഇറങ്ങി എന്ന് പറയുന്നവരെ എനിക്കറിയാം. അവരോടുള്ള ദൈവിക ആലോചനയെ ഞാൻ പറയുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. കർത്തൃത്വം നടത്തുക എന്ന് പറഞ്ഞാൽ ആദ്യം പെർമിഷൻ കർത്താവിനോട് ചോദിക്കണം. കുടുംബം നല്ലതായിരിക്കാം. ഇന്ന് ഞാൻ അനേക മാതാക്കളോട് പറയും, എനിക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഏറ്റവും മാനസികമായി എന്നെ തളർത്തിക്കളയുന്ന പ്രാർത്ഥനാ വിഷയം എന്തെന്നറിയോ? വിവാഹ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്ത കൊച്ചു പെൺകുഞ്ഞുങ്ങൾ എന്നെ വിളിക്കുന്നുണ്ട്. ചേച്ചി, പപ്പായും മമ്മിയും പ്രാർത്ഥിച്ചെടുത്ത തീരുമാനമാ, എന്നെ കെട്ടിച്ചു വിട്ടു, ഇപ്പോൾ വളരെ പ്രശ്നത്തില് ഡിവോഴ്സിന്റെ വക്കി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ എനിക്കറിയാം. അങ്ങനെയുള്ള പെൺകുഞ്ഞുങ്ങളോടൊക്കെയാണ് ഞാൻ കൂടുതൽ സംസാരിക്കുക. അങ്ങനെയുള്ളവരോട് ഞാൻ ഇന്ന് ഈ മീറ്റിംഗിൽ കയറുന്ന പ്രത്യേകിച്ച് മാതാപിതാക്കളോട് ഞാൻ പറയാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നിങ്ങൾ തീരുമാനിക്കേണ്ടത് ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ വെച്ചല്ല, നിങ്ങളുടെ ഇഷ്ടത്തിനല്ല. അവരെ നിർമ്മിച്ച കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ മകളെ ഇത് എന്നെ നോക്കാൻ ഏൽപ്പിച്ചിട്ടേ ഉള്ളൂ, എനിക്കല്ല എന്റെ കൊച്ചിന്റെ മേൽ കർത്തൃത്വം, അങ്ങേക്കാം. അങ്ങ് പറ ആർക്ക് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന്. ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്ത കൊണ്ടുവരുന്ന ചെറുക്കൻ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും വലിയ വീട് കാണത്തില്ലായിരിക്കും. ദൈവം പറയുന്ന അങ്ങനത്തെ ആയിരിക്കും. പക്ഷെ അത് ഉൾക്കൊള്ളാൻ തയ്യാറായ ഞാൻ പറയാം, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം തലമുറകൾക്കുണ്ടാവും. എന്നാൽ പൈസയുണ്ട്, വലിയ വീടുണ്ട്, വലിയ കമ്പനിയിലെ ജീവനക്കാരനായിരിക്കും, ഒക്കെ ആയിരിക്കാം. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസിന് പറയാനുണ്ട് പലരോടും, അയ്യോ എന്റെ മോളെ ഇന്ന വീട്ടിലാണ് കെട്ടിച്ച്, എന്റെ മോനെ ഇന്ന വീട്ടിലാണ് കെട്ടിച്ച്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇതിനകത്ത് മറഞ്ഞു കിടക്കുന്നത് ദൈവത്തിന് ഹിതമല്ലാത്ത ബന്ധങ്ങളിൽ ചെന്ന് കുഞ്ഞുങ്ങൾ ചാടിക്കഴിഞ്ഞിട്ട് പിന്നെ കിടന്ന് കരയാൻ പറ്റുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ദൈവസന്നിധി ആദ്യം ആ വിവാഹ ബന്ധത്തെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കണം. ഞാൻ തുറന്നു പറയുക, ഒരു വിവാഹാലോചന വന്നാൽ ദൈവസന്നിധിയിൽ മാതാക്കളെ പിതാക്കളെ നിങ്ങളൊന്ന് ഇരുന്നേ, അപ്പനോട് ചോദിച്ചേ, കർത്താവേ, എന്റെ കുഞ്ഞിന്റെ കർത്തൃത്വം അപ്പന്റെ കരങ്ങളിൽ കൊടുക്കുക. ഇങ്ങനെ ഒരു പ്രൊഫൈൽ വന്നിട്ടുണ്ട്, ഞങ്ങൾ എന്തുവാ ചെയ്യേണ്ടത്? ഇതാണോ കർത്താവിന്റെ ഇഷ്ടം? ഇപ്പൊ നിങ്ങൾ പറയാ, സിസ്റ്റർ അങ്ങനെ എന്ന് ചോദിച്ചാൽ എന്നോട് കർത്താവ് സംസാരിക്കാറില്ല. അതിന്റെ കുഴപ്പമില്ല, നിങ്ങൾ വേണ്ടവണല്ല പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞു തരാം, എന്നോട് കർത്താവ് സംസാരിച്ചാൽ ഞാൻ പറഞ്ഞു തരാം.
കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട്, കർത്താവ് ഇന്ന പ്രൊഫൈൽ വന്നിട്ടുണ്ട്, ഈ മകനാണോ എന്റെ മോൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത്? എന്നിട്ട് വചനം തുറക്കണം. വചനം തുറക്കുമ്പോൾ കറക്റ്റ് വചനം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഞാൻ പറയുന്നത് ഇങ്ങനെ കണ്ണടച്ച് തുറക്കുന്ന കാര്യമല്ല, ഞാൻ എന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറയാം. ഇന്ന് മീറ്റിങ്ങിന് കയറാൻ ഞാൻ കർത്താവ് എന്ത് വചനം പറയണം, ഞാൻ ഡെയിലി വായിക്കുന്ന വചനം കണ്ടിന്യൂസ് വായിച്ചു പോകുന്നതിനകത്ത് എന്റെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ബൈബിൾ റീഡിങ്ങിനകത്തുന്ന ദൈവം എന്നോട് സംസാരിച്ചിട്ടുള്ളത്. ഞാൻ എന്ത് വായിക്കുവോ അതിനകത്ത് എനിക്കുള്ള ഉത്തരം അതിനകത്ത് കിടന്നിട്ടുണ്ട്. പോകുക, വേണ്ട, ചെയ്യരുത്, പോകണം, ഇങ്ങനെ ചെയ്യും. ഞാൻ പറയാം, എന്റെ ഇളയ കുഞ്ഞിന്റെ പേര് പോലും, ഞാനത് ടെസ്റ്റിമണി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള, എന്റെ ഇളയ കുഞ്ഞിന്റെ പേര് പോലും ദൈവം മറ്റൊരു വ്യക്തി കൂടെ എന്നോട് സംസാരിച്ചപ്പോൾ പോലും ആ കുഞ്ഞിന് പേരിടാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞില്ലേ, കർത്തൃത്വം കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ട്. ഉദരത്തിൽ കിടക്കുന്നേ ഉള്ളൂ കുഞ്ഞ് പുറത്ത് വന്നിട്ടില്ല. ഉദരത്തിൽ കിടക്കുമ്പോഴേ കുഞ്ഞിന്റെ പേര് കർത്താവ് എന്നോട് പറഞ്ഞു. ഒരു ദൈവദാസി കൂടെ, എന്റെ മമ്മിയാണ്, ആ മമ്മിയോട് വേറെ ദൈവദാസി കൂടെ പറഞ്ഞു എന്റെ കുഞ്ഞിന്റെ പേര് യോവേൽ എന്നാണ്. എന്നാൽ ഞാൻ പറഞ്ഞില്ല, കർത്തൃത്വം കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ട്. കാരണം നമുക്കുണ്ടല്ലോ, എനിക്ക് ഇന്ന പേരിടണം, ഭർത്താവിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും ഒക്കെ ഇട്ട് പേരിടണം അല്ലേ. നമുക്ക് അങ്ങനത്തെ കുറെ പിടിവാശികൾ നമുക്കുണ്ട്. കർത്തൃത്വം അങ്ങോട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനും ഓർത്തു വേറൊരു പേര് ഞാൻ കണ്ടുവെച്ചേക്കുവാ. എന്നാൽ അന്ന് കർത്താവിനോട് പറഞ്ഞു, അല്ല, അവന്റെ കർത്തൃത്വം എനിക്കാണ് നീ തന്നെങ്കിൽ, നിന്റെ തലമുറയുടെ മുഴുവൻ കർത്തൃത്വം എനിക്കാണ്, ഞാനല്ലേ നിനക്ക് തലമുറയെ തന്നത്, എന്റെ ഇഷ്ടമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നീ എന്റെ സന്നിധി ഇരിക്കാൻ പറഞ്ഞു. എനിക്ക് അങ്ങോട്ട് പേരിടാൻ ബുദ്ധിമുട്ട്, യോവേ എന്നുള്ള പേരിടാൻ ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ ഞാൻ അന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചു പറഞ്ഞു, കർത്താവേ ഇന്ന് എന്നോട് സംസാരിക്കും. എന്നോടൊന്ന് കർത്താവ് പറ, ക്ലാരിഫിക്കേഷൻ, എനിക്കൊരു കൺഫർമേഷൻ താ. ദൈവമക്കളെ, അന്ന് ഞാൻ വായിക്കേണ്ടത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായമായിരുന്നു. അന്ന് വായിക്കണം. നവംബർ 13-ാം തീയതി, ഞാൻ ഇന്ന് ഓർക്കുന്ന ദിവസം, നവംബർ 13, 2024, ഞാൻ വചനം എടുത്ത് അന്ന് വായിക്കേണ്ട ഭാഗം വായിച്ചു വരുമ്പോൾ ഞാൻ കർത്താവിനോട് പറയും, കർത്താവ് ഈ വചനത്തിൽ കൂടെ കർത്താവ് എന്നോട് ക്ലിയർ ആയിട്ട് സംസാരിക്കണം. വചനം എടുത്ത് വായിച്ചു വരുമ്പോൾ ദാണ്ട് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് പത്രോസ് എഴുന്നേറ്റ് എന്ന് പറയുന്നതിനകത്ത് പറഞ്ഞു, യോവേൽ പ്രവാചകൻ മുഖാന്തരം ഞാൻ ദൈവം അരുളി ചെയ്തതുപോലെ. അപ്പോൾ എനിക്ക് ആ പേര് അവിടെ കിട്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി, കർത്താവ് എനിക്ക് ക്ലിയർ ക്ലാരിഫിക്കേഷൻ തന്നു. ഞാൻ അന്ന് ആ വചനത്തെ കൈവച്ചിട്ട് പറഞ്ഞു, കർത്താവേ ഞാൻ എന്റെ കുഞ്ഞിനെ ആ പേരിട്ടോളാം, അങ്ങയുടെ മകനാ, അങ്ങാണ് അവനെ, ഞാൻ വിളിക്കുന്നതിന് മുമ്പേ അവനെ പേര് ചൊല്ലി വിളിച്ചത് കർത്താവാം. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ പേരിനകത്ത് ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന്. ദൈവമക്കളെ, ഇവൻ ഉണ്ടായ അന്ന് തന്നെ അതിന്റെ റിസൾട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു. എന്റെ ഡെലിവറി എടുത്ത ഡോക്ടർ, ഹല്ലേലൂയ, ആ ഡോക്ടർ എന്റെ അടുക്ക വന്നിട്ട് ചോദിച്ചു, ഈ പേരിന്റെ അർത്ഥം എന്നാണ്. കുറച്ചു നേരം അവിടെ നിന്ന് വചനം പറയാൻ പറ്റി. ആ ഡോക്ടർ ഒരു വിശ്വാസിയായിരുന്നു, ഒരു പെന്തക്കോസ്ത് വിശ്വാസിയായിരുന്നു. അതും ഒരു അത്ഭുതമാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ഇന്നും പലർ എന്നോട് ആ പേരിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവരോട് ആ പേരിന്റെ അർത്ഥം പറയുന്ന കൂടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാൻ, അഭിഷേകത്തെ കുറിച്ച് പറയാൻ, അന്ത്യകാലത്തിന്റെ അഭിഷേകത്തെ കുറിച്ച് പറയാൻ കർത്താവ് എനിക്ക് കൃപ തരാം. ഇപ്പോഴെനിക്ക് മനസ്സിലായി ആ പേരിടാൻ പറഞ്ഞ എന്തിനാന്ന്. പലർക്കും ആ പേര് ഇവിടെ അറിയില്ല. യോവേൽ, എല്ലാവർക്കും അതിന് ഇംഗ്ലീഷ് അറിയത്തുള്ളൂ, ജോയൽ. എന്തുകൊണ്ട് യോവേൽ നിട്ടുന്ന എല്ലാവരും എന്നോട് ചോദിക്കും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരിടത്ത് എന്ത് ചോദിച്ചു, എന്തുകൊണ്ട് യോവേൽ നിട്ടുന്നു? നല്ല സമയം, ദൈവം തന്ന അനുഭവം അവിടെ പറയാനിടയത്, അവർക്ക് അത് അനുഗ്രഹമായി തീർന്നു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ചില പേരുകൾ പോലും ദൈവ നിർണയപ്രകാരം ഇടണം. നമ്മുടെ തലമുറകൾക്ക് ഇടേണ്ട പേര്, കർത്താവിന് എന്താണ് ആ കൊച്ചിനെ കുറിച്ചുള്ള പേര്, കർത്താവ് എന്താ പേരിട്ടെന്ന് ചോദിക്കണം. ഇത് പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് നമ്മളെല്ലാം ചെയ്തിട്ട് അവസാനം പ്രശ്നം വരുമ്പോൾ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ കർത്താവ് ചോദിക്കും, നീ എനിക്ക് കർത്തൃത്വം തന്നിട്ടില്ലായിരുന്നു മോളെ. ഇന്ന് ജീവിതത്തിന്റെ പല പ്രശ്നങ്ങൾക്കും കാരണം കർത്തൃത്വം ഇന്നും നിങ്ങളുടെ കയ്യിൽ തന്നെ. കുടുംബജീവിതത്തിന്റെ കർത്തൃത്വം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ പ്രശ്നം സോൾവ് ചെയ്യാൻ പോവാ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നമുണ്ടായാൽ ആരാ പ്രശ്നം സോൾവ് ചെയ്യുന്നത്? നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യും. ഞാൻ ഫിഗർ ഔട്ട് ചെയ്യുവാന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ നോക്കട്ടെ എങ്ങനെ അതിനെ പരിഹരിക്കാമെന്ന്, ഞാൻ നോക്കട്ടെ അവളെ ശരിയാക്കാൻ പറ്റുമെന്ന്, ഞാൻ നോക്കട്ടെ പുള്ളിയെ ശരിയാക്കാൻ പറ്റുമെന്ന്, ഞാൻ നോക്കട്ടെ അമ്മായിമ്മയെ ശരിയാക്കാൻ പറ്റുമെന്ന്. ഇങ്ങനെ പറയുമ്പോൾ കർത്താവ് പറയും, എന്നാ നോക്ക് എന്തോ സംഭവിക്കുന്നത് നോക്കിയാല്. പത്രോസ് പറഞ്ഞ പോലെ രാത്രി മൊത്തം അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. മനസ്സിലായോ? കുടുംബങ്ങൾ തകരും. കാരണം നമ്മുടെ ബുദ്ധി ഒരിക്കലും പ്രോപ്പറായിട്ടല്ല വർക്ക് ചെയ്യുന്ന ആ സമയത്ത്. നാളെയെ കുറിച്ച് നമുക്കറിയില്ല. നമ്മൾ എടുത്തിയാടി തീരുമാനം എടുക്കും. ചില മാതാക്കൾ പറയും, ഡിവോഴ്സ് ചെയ്തെങ്കിൽ പോരാൻ പറയും. എന്നാൽ കർത്താവ് പറയും, ഇല്ല മോളെ, നീ അവിടെ പിടിച്ചു നിൽക്കുക. നിന്റെ കുടുംബജീവിതത്തിന്റെ കർത്തൃത്വം നീ എനിക്കിതാ. ഇന്ന് സാമ്പത്തികത്തിന്റെ കർത്തൃത്വം, ഹല്ലേലൂയ, നിങ്ങളുടെ തലമുറകളുടെ കർത്തൃത്വം, കുടുംബജീവിതത്തിന്റെ കർത്തൃത്വം ഒന്ന് കൊടുത്തു നോക്കിയേ. ഞാൻ വചനത്തിൽ നിന്ന് അതിന്റെ 2 എക്സാമ്പിളും കൂടെ പെട്ടെന്ന് ഞാൻ പറയാം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നുണ്ട്, 13-ാമത്തെ വാക്യം കൂടെ ഞാൻ വായിക്കാം. 10:13, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. എന്നാൽ ആ വാക്ക് നിങ്ങൾ അടയാളപ്പെടുത്തണം. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? നിങ്ങൾ ആ വാക്യം ഒന്ന് അടയാളപ്പെടുത്തിക്കേ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും എന്ന് വെച്ചാൽ, വിളിച്ചപേക്ഷിക്കാൻ എല്ലാവരെയും കൊണ്ട് പറ്റൂന്ന്. ഞാൻ ചില മീറ്റിങ്ങുകളിൽ കണ്ടിട്ടുണ്ട്, കർത്താവേ എന്നൊന്ന് വിളിച്ചേന്ന്. അപ്പൊ എല്ലാവരും യേശുവേ കർത്താവേ എന്ന് വിളിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉറക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ചില പള്ളികളിൽ ചെല്ലുമ്പോൾ കണ്ടത് യേശുവേ കർത്താവേ എന്ന് പറഞ്ഞിങ്ങനെ കൈകൂപ്പി വിളിക്കുക, വിളിച്ചപേക്ഷിക്കുക. എത്ര നേരം വേണേലും അവർക്ക് വിളിക്കാം.
കർത്താവേ, യേശുവേ, കർത്താവേ. കർത്താവ് പറയാ, എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും എന്ന് വെച്ചാൽ ആ പേരിന്റെ അർത്ഥം അങ്ങോട്ട് മനസ്സിലാക്കാതെ എത്ര വിളിച്ചിട്ടും എന്താ കാര്യമെന്ന്. വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? എന്നെ വിശ്വസിക്കാതെ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ എങ്ങനെ പ്രവർത്തിക്കും എന്ന് കർത്താവ് ചോദിക്കുക. എന്നാൽ കർത്താവ് ചോദിക്കുന്നത്, മോളെ, ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കി ഞാനാണ് നിന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്നവനെന്ന് മനസ്സിലാക്കിയിട്ട് നീ എന്നെ ഒന്ന് വിളിച്ചേ. ഇനി തൊട്ട് ആ വാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് ചിന്തിക്കണം, എന്റെ ജീവിതത്തിന്റെ ആ ഏരിയയിൽ കർത്തൃത്വം കൊടുത്തിട്ടാണോ ഞാൻ വിളിക്കുന്നത്? ശുശ്രൂഷയുടെ കർത്തൃത്വം കർത്താവിനൊന്ന് കൊടുത്തു നോക്കി, കുടുംബജീവിതത്തിന്റെ കർത്തൃത്വം ഒന്ന് കൊടുത്തു നോക്കി. എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്നവനെയും ഞാൻ ഇന്ന വിഷയം എന്റെ അപ്പന്റെ കരങ്ങളിൽ തരികയെന്ന് പ്രാർത്ഥിച്ചു നോക്കി. ഞാൻ പറയാം, ഇന്ന് തൊട്ട് വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു തുടങ്ങും. ഇത് കർത്തൃത്വം മനസ്സിലാക്കാതെ വെറുതെ യേശുവേ, കർത്താവേ, കർത്താവേ എന്ന് വിളിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. യേശു തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെ കർത്താവേ, കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല. പിന്നെന്തോ എഴുതിയേക്കുന്നേ? എന്റെ ഇഷ്ടം മനസ്സിലാക്കണം, ഞാൻ ആരെന്നൊന്ന് മനസ്സിലാക്കണം. അവിടെ പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങയുടെ നാമത്തിൽ അത് ചെയ്തു, കർത്താവേ, ഞാൻ അങ്ങയുടെ നാമത്തിൽ ഇത് ചെയ്തു എന്ന് പറഞ്ഞ് കുറെ പേര് കർത്താവിന്റെ അടുക്ക വരുന്നുണ്ട് അല്ലേ? അവരോടും കർത്താവ് പറഞ്ഞല്ല, എനിക്ക് നിങ്ങളെ അറിയത്തില്ല. പറയാം, എങ്ങനെയാന്ന് ഞാൻ പറയാം. എല്ലാ മീറ്റിങ്ങിനും അറ്റൻഡ് ചെയ്യുന്നുണ്ടാവാം, കർത്താവേ, 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 കർത്താവേ എന്ന് എപ്പോഴും പറയുന്നുണ്ടാവാം. ജല്ലി പറയുന്നുണ്ട്, മോളെ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം കർത്താവേ എന്ന് വിളിച്ചോണ്ട് നടക്കുന്നത് ചില ആന്റിമാരോട് പറയാറുണ്ട്. ഇന്ന് ആന്റിമാരോട് ഞാൻ ചോദിക്കും, ശരിക്കും ആ കർത്താവേ, കർത്താവേ എന്നൊരു താളത്തിന് അങ്ങ് വിളിച്ചു പോകുന്നതാണോ, അതോ ശരിക്കും ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കിയാണോ വിളിക്കുന്നേ? അങ്ങനെ വിളിച്ച ഒരൊറ്റ വട്ടം വിളിച്ചാൽ മതി. കർത്താവേ എന്ന് വിളിച്ചാൽ ഞാൻ പറയാം, ഇറങ്ങി വന്നിരിക്കും കർത്താവ് നിങ്ങളുടെ വിഷയത്തിൽ. അങ്ങനെ വിളിച്ച ഒരു വ്യക്തിയെ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 22 തൊട്ട് 33 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല, പെട്ടെന്ന് അതിന്റെ അതൊന്ന് പറഞ്ഞു തരാം. ഇവിടെ യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. വയറൊക്കെ നിറച്ച അപ്പം കൊടുത്തു. മനസ്സിലായോ? അപ്പമൊക്കെ കഴിച്ചു സന്തോഷമായിട്ട് ഇവരിയ്ക്കുമ്പോൾ ശിഷ്യന്മാർക്കൊന്ന്, നമ്മളെ ഒരു ഉച്ചയ്ക്കൊക്കെ ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഊണ് ആരെങ്കിലും തന്നാലോ, പിന്നെ നമുക്ക് എന്തോ ആഗ്രഹം, ഒന്ന് കിടന്നുറങ്ങണം, ഒന്ന് റെസ്റ്റ് എടുക്കണം അല്ലേ? അങ്ങനെ ഇവർ തീരുമാനിച്ചിരിക്കുമ്പോൾ കർത്താവ് പറയുക, അവരെ അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ചെന്ന്. ആരെയാ നമ്മൾ നിർബന്ധിക്കേണ്ടി വരുന്നത്? ആരെയാ നിർബന്ധിക്കേണ്ടി വരുന്നത്? ഇഷ്ടമല്ല, ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ഒരാളെയാണ് നമ്മൾ ഇപ്പോഴും നിർബന്ധിക്കുന്നത്. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു, പക്ഷെ ചെയ്യാൻ താല്പര്യമില്ല. അവർ പറഞ്ഞിട്ടാണ്, കർത്താവേ ഞങ്ങൾ ഇവിടുന്ന് കിടന്നോട്ടെ. പ്രത്യേകിച്ച് ഞാൻ ചിന്തിക്കുന്നത് പത്രോസ് പറഞ്ഞതാണ്. കാരണം പത്രോസിന് ഒരു കുടുംബം ഉണ്ടല്ലോ. അപ്പൊ അവിടെ പറയുന്നുണ്ട് 12 കൊട്ട എന്ത് ചെയ്തു? നിറച്ചെടുത്തു. ഈ 12 കൊട്ട നിറച്ചെടുത്ത് 12 ശിഷ്യന്മാർക്കായിരിക്കണമല്ലോ. അപ്പൊ പത്രോസ് പറഞ്ഞാണ്, കർത്താവ് ഞാൻ വീട്ടിലൊന്ന് പോയി അല്ലെ, എന്റെ കുടുംബത്തിന് പോയി അപ്പമൊക്കെ ഒന്ന് കൊടുത്തിട്ട് വരട്ടെ, ഇപ്പൊ പോകാൻ താല്പര്യമില്ല. കർത്താവ് പറഞ്ഞു, ഇല്ല പത്രോസ്, നീ പോയേ പറ്റൂ. ഇതാണ് നിർബന്ധം, പോയേ പറ്റൂ. എന്തിന് ഇത്രയും നിർബന്ധിച്ച് ഞാൻ ചിന്തിച്ചു. കർത്താവിന് മനസ്സിലായി, ഈ അപ്പമൊക്കെ കിട്ടുമ്പോൾ കർത്താവെ എന്ന് വിളിക്കാൻ എളുപ്പം. കർത്താവേ വിശക്കുന്നു, കർത്താവേ അപ്പം താ. അപ്പത്തിന് വേണ്ടി കർത്താവെ, കർത്താവെ എന്ന് വിളിക്കുന്നുണ്ട് ഇവര്. കർത്താവിന് മനസ്സിലായി ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ഇവർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കർത്താവിന് ഇവർ നമ്മുടെ ഹൃദയം അറിയാമല്ലോ. അതാ ഞാൻ ഈ പറയുന്നത്, കർത്താവിന് നമ്മുടെ ഹൃദയത്തിന്റെ നിലവുകളും ചിന്തകളും അറിയാം. നമ്മൾ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ മറഞ്ഞിരിക്കുന്നത് കർത്താവിന് അറിയാം. കർത്താവിന് മനസ്സിലായി, ഇവർ വാഗൊണ്ടേ വിളിക്കുന്നുള്ളൂ. അപ്പം കിട്ടുന്ന സന്തോഷത്തിന് വിളിക്കും, എന്നാൽ അപ്പം കിട്ടിക്കഴിഞ്ഞ് വീണ്ടും അർത്ഥം അറിയത്തില്ല. പ്രശ്നം വരുമ്പോൾ വീണ്ടും തളർന്നു പോവാം. ഇങ്ങനെ ഇരിക്കുന്ന അവരെയാണ് കർത്താവ് നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നത്. ഈ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടപ്പോൾ സംഭവിച്ചൊരു കാര്യം നിങ്ങൾക്കറിയാം. കാറ്റും മഴയും ഒക്കെ കൊണ്ട് പ്രതികൂലമായി. അവിടെ സംഭവിക്കുന്നത്, കാറ്റ് പ്രതികൂലമാകൊണ്ട് എന്ത് ചെയ്യും? തിരകളാൽ വലഞ്ഞു വീഴാൻ പോവാ. അപ്പോൾ അതാണ് യേശു ഇവരുടെ അടുക്കിലേക്ക് 4-ാം യാമത്തിൽ അടുത്ത് വരിക. അടുത്ത് വരുമ്പോൾ ഇവര് വിളിക്കുക, ഭൂതമാണ്. അപ്പൊ നോർത്തെ, ഇത്രയും നേരം വിളിച്ചായിരുന്നു എങ്ങനെയായിരുന്നു പേര്? കർത്താവേ എന്നല്ലേ? നിങ്ങൾക്കറിയാമല്ലോ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നിടത്തൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി. അവിടെ പറയുന്നുണ്ട്, യേശു അവരോട് ഭക്ഷണം കൊടുക്കാൻ പറയുമ്പോഴും അവർ പറയുന്നുണ്ട്, ബുദ്ധിമുട്ടാ, ഞങ്ങൾ എവിടെ പോയി കൊടുക്കും? ഇവർക്ക് ദൈവമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. സംസാരിക്കാതിരിക്കുന്ന ആൾക്കാരൊന്നും അല്ല, കർത്താവുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നവരാ, കർത്താവിൽ നിന്ന് പ്രാപിച്ചവരാ, തൃപ്തിപ്പെട്ടവരാ. അവിടെ എഴുതിയിട്ടുണ്ട് തൃപ്തിപ്പെട്ടെന്ന്. അവർക്ക് തൃപ്തരാക്കിയതാ കർത്താവ് വരെ. ഇതെല്ലാം ചെയ്ത് കിട്ടിയിട്ട് കർത്താവ് അവരുടെ മുമ്പിൽ നടന്നു വരുമ്പോൾ വിളിക്കുന്ന പേരെന്താന്ന് കേട്ടോ? ഭൂതം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുണ്ട്. കർത്താവ് എത്ര നന്മകൾ ചെയ്താലും, കർത്താവ് എത്ര വിടുതലുകൾ തന്നാലും, എത്ര പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി തന്നാലും, അടുത്ത പ്രശ്നം മുമ്പിൽ വരുമ്പോ പറയും, ശരിക്കും ഈ കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ശരിക്കും ഈ പ്രാർത്ഥനയൊക്കെ ഇരുന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഞാൻ കരയുന്ന കണ്ണുനീര് വല്ലതും കർത്താവ് കാണുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഞാൻ ഒറ്റയ്ക്കാന്ന്, അല്ലെങ്കിൽ എന്നെ ഇത്രയും പ്രശ്നത്തിനകത്ത് കൊണ്ട് ഇടത്തില്ലല്ലോ.
നമ്മൾ ഭൂതമെന്ന് നേരിട്ട് വിളിച്ചില്ലേലും ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സംശയങ്ങളും കർത്താവിനെ വേദനിപ്പിക്കുമെന്ന് ഓർത്ത് നോക്കി. നിങ്ങളൊന്ന് ഓർത്ത്, ഞാൻ ആയിരുന്നെങ്കിൽ ചങ്ക് പൊട്ടിയേനെ. എന്തുവാന്നറിയോ? മക്കളെ, നിങ്ങൾക്ക് അപ്പം വാഴ്ത്തി തന്ന കർത്താവല്ലേ മുമ്പിരിക്കുന്നേ, എന്നെ ഭൂതം എന്നൊക്കെ വിളിക്കാവോ? ആരാന്ന് വേണേ ചോദിക്കാം. നമ്മുടെ സാമാന്യ മര്യാദയ്ക്ക് നാട്ടിലൊക്കെ ഓർമ്മയുണ്ട്, സന്ധ്യയായി കഴിഞ്ഞാൽ അപ്പച്ചമാർ അമ്മച്ചിമാർ ആരെങ്കിലും കഥകെ കൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, ആരാ? ശബ്ദം കേട്ടില്ലേ? മനസ്സിലായില്ലെന്ന് പറയും. നിങ്ങൾ ഇതാരാ, ഭൂതമാണോ പുറത്ത് നിൽക്കുന്നത് നിങ്ങൾ ചോദിക്കൂ? ചോദിക്കത്തില്ല. ഇവരെന്ത് ധൈര്യത്തില് ചോദിക്കുന്നു ഭൂതമാണോ? ആരോടാ? മക്കളെ, ഈ കൈ കൊണ്ടല്ലേ അപ്പ ഇപ്പൊ വാഴ്ത്തി നുറുക്കി തന്നത്. പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോ അറിയോ ഉള്ളിൽ എന്താ ഇരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ഗുരുതരാകുന്ന എന്തിനാണെന്നറിയോ? അകത്തുള്ളതൊക്കെ കർത്താവ് പുറത്തെടുപ്പിക്കും. അകത്ത് കിടക്കുന്ന സംശയങ്ങളെല്ലാം പുറത്ത് വരുന്ന പ്രശ്നം വരുമ്പോഴാ. അല്ല, എല്ലാം നന്നായി നടക്കുമ്പോൾ നമ്മൾ നല്ല വിശ്വാസികളാണ്, നമുക്ക് കാണിക്കാൻ എളുപ്പമാ. ഓ, പാട്ടുപാടാൻ മുമ്പിലുണ്ട്, പ്രാർത്ഥിക്കാൻ മുമ്പിലുണ്ട്, പ്രസംഗിക്കാൻ മുമ്പിലുണ്ട്, വചനം വായിക്കാൻ മുമ്പിലുണ്ട്. ഒരു പ്രശ്നം വന്ന് നോക്കട്ടെ. ഇന്നലെ ഞാൻ ഇപ്പോഴും പറഞ്ഞൊരു കാര്യം, ശരിക്കും ഞാൻ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു വർഷം കടന്നു പോയപ്പോഴേ എനിക്കത് മനസ്സിലായി. എന്റെ ജീവിതത്തിൽ അതുകൊണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. പ്രസംഗിക്കാൻ എന്ത് എളുപ്പമായിരുന്നു അറിയോ? വിശ്വാസത്തെക്കുറിച്ചും കഷ്ടതയെ പിടിച്ചു നിൽക്കണമെന്നൊക്കെ. കഴിഞ്ഞ വർഷം എന്റെ ജീവിതത്തിൽ കഷ്ടത വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചു, മോളെ കഴിഞ്ഞ 2 വർഷം അപ്പൊ എന്നെ ഇരുത്തി തന്നെ ഒരു മീറ്റിംഗും ഇല്ല. എനിക്കൊന്നും ഓർമ്മയുണ്ട്, എന്നെ വിളിച്ചൊരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ വോയിസ് ഇട്ടിട്ടുണ്ട് പാസ്റ്റർ, ഒരു വാക്ക് സംസാരിക്കും 10 വട്ടം ഞാൻ ചുമയ്ക്കും, സംസാരിക്കാൻ പറ്റുന്നില്ല ദേവദാസനെ. മീറ്റിങ്ങുകളൊന്നും എടുത്തില്ല. അന്ന് കർത്താവ് ചെയ്തൊരു പരിപാടിയുണ്ട്, എന്നെ ഇവിടെ പിടിച്ച് ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് ഞാൻ വീടിനകത്ത് ഒറ്റയ്ക്ക് ശ്വാസം മുട്ടിയിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നീ പ്രസംഗിച്ച പ്രസംഗങ്ങൾ പോയിരുന്ന് കേൾക്കാൻ പറഞ്ഞു. പോയിരുന്ന് കേട്ടപ്പോഴാണ് ഞാൻ എന്നെ തന്നെ നോക്കിയിട്ട്, എന്തോ വീരത്തോടായിരുന്നു പ്രസംഗിക്കുന്നത്. കഷ്ടതയുടെ നടുവിൽ നടക്കുമ്പോൾ നിങ്ങൾ തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, എഴുന്നേക്കണം, വിശ്വാസം പറയണം. അപ്പൊ കർത്താവ് എന്നോട് ചോദിച്ചു, നീ കേട്ടു. കർത്താവിനോട് ചോദിച്ചു, ഇപ്പൊ നിനക്ക് വിശ്വാസം ഉണ്ടോ? അപ്പോഴത്തെ എന്റെ പ്രശ്നം എന്താ പറയുക, കർത്താവ് എനിക്കൊന്ന് ഇച്ചിരി ശ്വാസം എന്താ, ഞാൻ മരിച്ചു പോവോ എന്നൊക്കെയുള്ള ചിന്തയെ. അപ്പൊ കർത്താവിനോട് ചോദിച്ചു, ഈ ചോദ്യം ചോദിച്ചു, പ്രസംഗിക്കാൻ എളുപ്പമാക്സ, പക്ഷേ നിന്റെ ജീവിതത്തിൽ ഇപ്പൊ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. അതെന്റെ വിശ്വാസത്തെ എന്നെ തന്നെ ധൈര്യപ്പെടുത്താൻ കർത്താവ് എനിക്കിടയാക്കി തീർത്തു. പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തി. ഞാൻ പ്രസംഗിച്ച വചനത്തിൽ കൂടെ തന്നെ കർത്താവ് എന്നോട് വീണ്ടും തിരിച്ച് സംസാരിച്ചു. അങ്ങനെ ധൈര്യപ്പെട്ട് മുന്നോട്ട് പോയത്. ദൈവമക്കളെ, ഏതാ ഞാൻ പറയുന്നത്, പ്രസംഗിക്കാൻ എളുപ്പമാ, പക്ഷെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾ വരുമ്പോഴാ സംശയമുണ്ടോ, നമ്മൾ ശരിക്കും കർത്താവിനെ സംശയിക്കുന്നുണ്ടോ എന്ന് അറിയുന്നത്. ഇവിടെ കർത്താവിനോട് പറയുമ്പോ അവിടത്തോളം ഭൂതം എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ ഉടനെ നമുക്കറിയാലേ, എവർ റെഡി ആയിട്ട് ഒരാൾ അവിടെ നിൽപ്പുണ്ട്, ഇപ്പോഴും നമ്മളെ പോലെ, പത്രോസ്. ഉടനെ പറയാം, കർത്താവ് പറയുന്നൊരു കാര്യം, ധൈര്യപ്പെടുവി, ഞാൻ ആകുന്നു. കർത്താവ് പറഞ്ഞ പ്രശ്നത്തിന്റെ നടുവിൽ, മോളെ നീ പേടിക്കണ്ട, ഈ പ്രശ്നത്തിന്റെ നടുവിൽ ഞാനുണ്ട് എന്ന് ചിലരോട് കർത്താവ് പറയാ. ശരിയാ, നിനക്ക് എന്നെ സംശയമുണ്ട്, കർത്താവ് പ്രവർത്തിക്കുമോ എന്ന് സംശയമുണ്ട്, ഈ വിഷയം എങ്ങനെ ഞാൻ തരണം ചെയ്യും, ഫേസ് ചെയ്യുമെന്ന് നിനക്ക് സംശയമുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് ചിലരോട് പറയാം, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, ഞാനുണ്ട് ഈ പ്രശ്നത്തിന്റെ നടുവിൽ. പ്രശ്നത്തിൽ ഒറ്റക്കിട്ടിട്ടല്ല, ഞാൻ മാറിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ശരിയാ. പക്ഷെ കാറ്റ് പ്രതികൂലമായപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് യാത്ര തിരിച്ചു പ്രതികൂലത്തിന്റെ മുകളിൽ കൂടെ സഞ്ചരിച്ച് നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുക. പക്ഷെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഞാൻ കൂടെ ഉണ്ടെന്ന്. അതുകൊണ്ട് കർത്താവ് പറയാ, ധൈര്യപ്പെടുവീൻ, ഞാൻ ആകുന്നു. ഇനി കർത്തൃത്വം നടത്തുന്ന ആളുടെ പ്രവൃത്തി എന്ന് നമുക്ക് നോക്കാം. ഇവിടെ പറയുക, പത്രോസ് ഞാൻ ആകുന്നെന്ന് കർത്താവ് പറഞ്ഞ ഉടനെ പത്രോസിന്റെ വാക്ക് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? കർത്താവേ നീ ആകുന്നുവെങ്കിൽ. ആ വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്യാമോ? പത്രോസ് പറയും, കർത്താവേ നീ ആകുന്നുവെങ്കിൽ എന്ന് വെച്ചാൽ, ഇത് കർത്താവ് ആ പറഞ്ഞതെങ്കിൽ സിസ്റ്ററെ ഞാൻ ചെയ്യാം. മനസ്സിലായോ? കർത്താവിന്റെ ഹിതമാണെങ്കിൽ ഞാനൊന്ന് നോക്കാം, കർത്താവാണ് ശരിക്കും പറഞ്ഞതെങ്കിൽ ഞാൻ ചെയ്യാം. ദൈവാത്മാവാണോ പറഞ്ഞതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, എന്നാലും ഞാനൊന്ന് ശ്രമിക്കാം. ഇതൊക്കെ നമ്മുടെ സംശയമാണ്, ക്ലിയർ അല്ലത്. കർത്താവെ നീ ആകുന്നുവെങ്കിൽ, ഈ പ്രശ്നം അങ്ങ് അറിഞ്ഞ വന്നതെങ്കിൽ എനിക്കൊരു കൺഫർമേഷൻ കൂടെ തരാമോ എന്നൊക്കെ ചോദിച്ച് പ്രാർത്ഥിക്കുന്നവരെ എനിക്കറിയാം. കർത്താവിന്റെ അടുക്ക പത്രോസ്, കർത്താവെ നീ ആകുന്നുവെങ്കിൽ. അപ്പൊ തന്നെ കർത്താവിന് മനസ്സിലായി, മോനെ നിനക്കിപ്പോഴും ആദ്യം ഭൂതം എന്ന് പറഞ്ഞു, അല്ല ആദ്യം 5 അപ്പം കൂടെ 5000 പേരെ പോഷിപ്പിച്ചു, നീ അത് കഴിച്ചവനാ. നിന്റെ വീട്ടിൽ കൊടുക്കാനുള്ള ഒരു കൊട്ട റെഡിയാക്കി വെച്ചേക്കുക, എല്ലാം നിറഞ്ഞു തന്നതാ ഞാൻ. അത് കഴിഞ്ഞപ്പോ തെര വന്നപ്പോൾ നീ എന്നെ ഭൂതം എന്ന് പറഞ്ഞു, അല്ല ഞാൻ ആണെന്ന് പറഞ്ഞു. നിന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു ഞാൻ ആണെന്ന്. എന്നിട്ട് നീ എന്റെ മുഖത്ത് നോക്കി ചോദിക്കുക, കർത്താവേ നീ ആകുന്നുവെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പോഴും അങ്ങോട്ട് ധൈര്യപ്പെടാൻ പറ്റുന്നില്ല. കർത്താവെ നീ ആകുന്നുവെങ്കിൽ. കർത്താവിന് ചിലർ പ്രാർത്ഥിക്കുന്ന എന്നോട് പറഞ്ഞിട്ടുണ്ട്, സിസ്റ്ററെ ദൈവത്തിന് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് വിടുവിക്കാൻ പറയൂ. ദൈവമക്കളെ, നമ്മൾക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ?
ദൈവത്തിന് പറ്റുമെങ്കിലെന്ന്. അപ്പൊ ദൈവത്തിന് എവിടെയാ ലിമിറ്റ് ഉള്ളതെന്ന് പറഞ്ഞേ. കർത്താവിന് ഏത് കാര്യം ചെയ്യാൻ പറ്റത്തില്ലെന്നാ നിങ്ങൾ ചിന്തിച്ചു വെച്ചേക്കുന്നത്? മരിച്ചവരെ ജീവിപ്പിക്കാൻ പറ്റത്തില്ല. ഏറ്റവും പറ്റാത്ത ഒരു കാര്യം ഈ ഭൂമിയിൽ എന്തോ? മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലേ? വേണ്ട, മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ പറയുന്ന സിസ്റ്റർ അത് പറ്റുമെന്ന് പറഞ്ഞാൽ തന്നെ, മനുഷ്യർക്ക് പറ്റും, ടെക്നോളജി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. എഹെസ്കേൽ 37 വർഷങ്ങളായിട്ട് ഉണങ്ങി കിടന്ന അസ്ഥികൾ, വർഷങ്ങൾക്ക് മുമ്പ് കിടന്നതാ, ചിന്നി ചെതറി കിടക്കും അസ്ഥികൾ. അതും വെറും അസ്ഥിയല്ല, ഉണങ്ങിയ അസ്ഥി, ഇനി ഒരു ജീവന് ശേഷിച്ചിട്ടില്ലാത്ത അസ്ഥി. ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ദൈവം ചോദിക്കുക. എന്ന് വെച്ചാൽ എന്നാ, ഈ ലോകത്ത് ഒരു മനുഷ്യനും അസ്ഥികളെ കൂട്ടി യോജിപ്പിച്ച് ഒരു സ്കെൽട്ടൽ സിസ്റ്റം ഉണ്ടാക്കി, അതിന് മാംസം വെപ്പിച്ച്, അതിനകത്ത് ഞരമ്പുകൾ വെപ്പിച്ച്, അതിനകത്ത് രക്തധമനികൾ വെച്ച്, അതിനകത്ത് രക്തമൂരി, അതിനകത്ത് ഓക്സിജൻ കൊടുത്ത്, അതിനകത്ത് ജീവൻ കൊടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ടെക്നോളജി ഭൂമി വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. എന്നാ കർത്താവ് പറയാ, എനിക്കൊരു കാറ്റ് മതി ഇതിനെ ജീവിപ്പിക്കാൻ. മനസ്സിലാവുന്നുണ്ട്? ഇന്ന് നിന്റെ വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കാൻ കർത്താവ് പറയുക, നീ വിശ്വാസത്തോടെ പ്രവചിച്ചാൽ ആ പ്രവചനം നടന്നിരിക്കും. കാരണം കർത്താവ് പറയാ, എനിക്ക് കഴിയുമെങ്കിലോ എന്നല്ല, ഞാനാണോ എന്നല്ല. കർത്താവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം പത്രോസെ നീ അറിഞ്ഞിട്ടില്ല. കർത്താവിന് അപ്പം മനസ്സിലായി, ഇവൻ കർത്താവ് എന്ന് വിളിക്കുന്നേ ഉള്ളൂ, അർത്ഥം മനസ്സിലാക്കിയിട്ടില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ശരിക്കും പല ദൈവദാസന്മാരും പറഞ്ഞത് ഞാൻ കേട്ടിട്ടുള്ളത്, അവൻ പ്രതികൂലത്തെ നോക്കി കർത്താവിൽ നിന്ന് കണ്ണു മാറ്റി എന്നൊക്കെയാണെങ്കിലും പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം. കർത്താവെ നീ ആകുന്നുവെങ്കിൽ എന്ന് പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു, ഓ ഡൗട്ട് ഉണ്ടല്ലേ, ഒരു കാര്യം ചെയ്യാം, നിന്റെ വിഷൻ ഒന്ന് ഞാൻ മാറ്റിത്തരാം. അതായത് നിന്റെ ആംഗിൾ, നിന്റെ പോയിന്റ് ഓഫ് ആംഗിൾ ഞാനൊന്ന് മാറ്റി നിന്നെ പഠിപ്പിക്കാൻ, ഞാൻ ആണോ അല്ലയോ എന്ന് വെച്ചാൽ ഞാൻ പറയാം. വെള്ളത്തിന്റെ മുകളിൽ കർത്താവിനൊപ്പം, കർത്താവ് ഇവിടെ, പത്രോസ് ഇവിടെയാണെങ്കിൽ മുഖാമുഖം കാണുമ്പോൾ അവന് മനസ്സിലാവുന്നില്ല കർത്താവാണെന്ന്. അതുകൊണ്ടാണ് കർത്താവാണെന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞ, കർത്താവെ നീ ആകുന്നുവെങ്കിൽ. അപ്പൊ കർത്താവ് പറഞ്ഞു, നമുക്ക് സ്ഥലം ഒന്ന് മാറ്റാം, ആംഗിൾ ഒന്ന് മാറ്റി നോക്കാം, വെള്ളത്തിനടിയിൽ പോയിട്ട് നീ എന്നെ ഒന്ന് നോക്കാൻ. മനസ്സിലായോ? ഞാൻ പറഞ്ഞ ശരിക്കും കർത്താവ് തന്നെ അവനെ മുക്കിയെന്ന്. എന്ന് വെച്ചാ ഒന്ന് ശരിക്കും മാനസാന്തരപ്പെടാൻ വെള്ളത്തിനടിയിൽ പോ, ഒന്ന് സ്നാനപ്പെട്ട് നീ പൊങ്ങി വാ. നീ ഒന്ന് ശരിക്കും ഒന്ന് സ്നാനപ്പെട്ടെ പത്രോസെ, വെള്ളത്തിനടിയിലോട്ട് ശരിക്കും ഒന്ന് നീ പൊക്കേ. വെള്ളത്തിന്റെ അടിയിൽ പോയിട്ട് ആ ആംഗിളിൽ അവൻ യേശുവിനെ ഒന്ന് നോക്കി. അപ്പൊ നോക്കിയപ്പോ കർത്താവ് താണ്ട് നിൽക്കുന്നു. സകല ചരാചരങ്ങളെ ഒരു വാക്കുകൊണ്ട് ഉളവാക്കിയ കർത്താവായ യേശു ക്രിസ്തു അവന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ, ഇനി എന്താന്നുള്ള വിളിയൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ. അടുത്ത വിളി നിങ്ങൾ കണ്ടോ? അതിന്റെ 30ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ, 29 കൂടെ കൂട്ടി വായിക്കാം. കർത്താവെ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിൽ നിന്റെ അടുക്കൽ വരേണ്ടത് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. കർത്താവെ നീ ആകുന്നുവെങ്കിൽ കൽപ്പിക്കണം. അപ്പൊ അവനറിയാം, കർത്താവ് ആണെങ്കിൽ ഒന്ന് കൽപ്പിച്ചാൽ എനിക്കൊന്ന് ട്രൈ ചെയ്യാം, ഡൗട്ട് ഉണ്ടെങ്കിൽ. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ടു പേടിച്ചു മുങ്ങി തുടങ്ങി. അടുത്തത്, കർത്താവേ എന്നെ രക്ഷിക്കണമേ. അവിടെ അവൻ പ്രാർത്ഥിച്ചോ, കർത്താവേ നീ ആകുന്നുവെങ്കിൽ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞോ? ഇല്ല. കാരണം വെള്ളത്തിൽ മുങ്ങി, ആ മുങ്ങലിൽ അവൻ കർത്താവിനെ കണ്ടു. അപ്പൊ മനസ്സിലായി, അയ്യോ കർത്താവെ നീ ആകുന്നുവെങ്കിൽ വിളിച്ചാൽ പറ്റത്തില്ല, ഇത് ശരിക്കും എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്ന കർത്താവ് തന്നെ എന്റെ മുമ്പിൽ നിൽക്കുന്നത്. അവിടെ കർത്താവെ നീ ആകുന്നുവെങ്കിൽ എന്നല്ല, ഉടനെ അവൻ വിളിക്കുക, കർത്താവെ എന്നെ രക്ഷിക്കണം. ആ വിളിയിൽ കർത്താവ് ചെയ്തെന്താ? ഉടനെ, ആ വാക്ക് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തു, യേശു ഉടനെ കൈ നീട്ടി. ഞാൻ വിശ്വസിക്കുന്നു അവൻ കർത്താവെ നീ ആകുന്നുവെങ്കിൽ എന്റെ കൈ പിടിക്കണമെന്ന് പറഞ്ഞിരുന്നത്, ഞാൻ തുറന്നു പറയാം, കർത്താവ് ഇച്ചിരി കൂടെ ഡീപ്പായിട്ട് അവനെ മുക്കിയനെ, വേറൊരു ആംഗിൾ കൂടെ കാണിച്ചു കൊടുത്തേനെ. ചില ജീവിതത്തിന്റെ പ്രശ്നത്തിന്റെ തുടക്കത്തിൽ തന്നെ കർത്താവിന്റെ കർത്തൃത്വം മനസ്സിലാക്കിയാൽ അധികം ആഴത്തിലേക്ക് ആ വിഷയം പോകത്തില്ല. എന്നാൽ കർത്താവിനെ മനസ്സിലാക്കാത്ത ചിലരോട് കർത്താവ് പറയുക, വിഷയത്തിന്റെ നടുവിൽ ഞാൻ ആരെന്നും എന്റെ കർത്തൃത്വം എന്തെന്നും മനസ്സിലാക്കേണ്ടതിന് പ്രശ്നം ഒന്ന് ഗുരുതരമായെന്നിരിക്കും. അതിന്റെ അർത്ഥം കർത്താവ് കൈ വിട്ടിട്ടില്ല. ചിന്തിക്കരുത് കർത്താവ് കൈ വിട്ടെന്ന്. കൂടെ അപ്പോഴും നിൽക്കുക കർത്താവ്. വെള്ളത്തിൽ മുങ്ങുമ്പോഴും കർത്താവ് അവിടെ തന്നെ നിപ്പുണ്ട്. കർത്താവ് പറയാ, ഞാനുണ്ട് പത്രോസേ. കർത്താവെ നീ എപ്പോൾ പത്രോസ് വിളിച്ചു ഉടനെ പറയാം, യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. എന്നിട്ട് പറയുക, അല്പവിശ്വാസിയെ നീ എന്തിനെ സംശയിച്ചു? അപ്പൊ ശരിക്കും കർത്താവ് ട്രീറ്റ് ചെയ്ത് എന്താണെന്നറിയാം, അവിടെ അവന്റെ സംശയമാണ്. ഇന്ന് ചിലരോട് കർത്താവ് പറയാ, നിങ്ങളുടെ വിഷമം, അതായത് ഓൾറെഡി പ്രശ്നത്തിനകത്തായിരുന്നു, പക്ഷെ ഇപ്പൊ കേൾക്കുന്ന ചിലരോട് പറയാം, സിസ്റ്റർ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം പ്രശ്നത്തിന് നടുക്ക് നിൽക്കുക, ഞാൻ അതിനകത്ത് മുങ്ങി തുടങ്ങുക. കർത്താവ് പറയുക, മോളെ ഇപ്പൊ മുങ്ങാൻ കാരണം നിന്റെ സംശയമാണ്. നീ കർത്താവെ കർത്താവെ എന്നെ വിളിക്കുന്നുണ്ടെങ്കിലും ആണോ എന്ന് സംശയത്തിലാണ് വിളിക്കുന്നത്. എന്നാൽ നീ എപ്പോൾ ഞാനാണ് നിന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്നതെന്ന് ഉറപ്പോടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ വിശ്വസിച്ച് വിളിക്കുന്നോ, അപ്പൊ കർത്താവ് ഞാൻ നിന്നെ കൈനീട്ടി അതിനകത്ത് രക്ഷിക്കാം. ഇന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവെ അങ്ങാണ് എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്നത്.
ഞാനത് വിശ്വസിക്കാൻ തയ്യാറാണ്. പെട്ടെന്ന് ഒരു വ്യക്തിയും കൂടെ ഞാൻ പരിചയപ്പെടുത്തിയിട്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുക. ഇന്ന് രാവിലെ ഞാൻ എന്റെ ഡെയിലി മെഡിറ്റേഷനിൽ വായിച്ചൊരു വാക്യം അതെന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. ഞാൻ വാക്യം ഒന്ന് വായിക്കുന്നത് പെട്ടെന്ന് ഞാൻ തന്നെ പറഞ്ഞു പോവാം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം. അവിടെ ഒരു കുരുടന്റെ കാര്യം പറയുന്നുണ്ട്. ശിഷ്യന്മാർ വന്നിട്ട് പറയാ, ഇവൻ ഇങ്ങനെ കുരുടനായി ജനിക്കാൻ കാരണം അവന്റെ അപ്പനാണോ അമ്മയാണോ അവന്റെ പാപമാണോ? കർത്താവ് പറഞ്ഞ അല്ല, ദൈവപ്രവൃത്തി അവങ്കിൽ വെളിവാകേണ്ടതിന്. അപ്പൊ ചിലരുടെ ജീവിതത്തിന്റെ കഷ്ടത ദൈവം അലൗ ചെയ്യുന്ന എന്തിനാണെന്നറിയോ? ദൈവപ്രവൃത്തി വെളിവാകേണ്ടതിന്. അതായത് കടലിൽ നടക്കാൻ പറ്റുമെന്ന് ലോകത്ത് പ്രൂവ് ചെയ്ത വ്യക്തി ആരാന്നറിയോ? പത്രോസാ. യേശു കഴിഞ്ഞാൽ കടലിൽ നടന്നിട്ടുള്ള ഒരൊറ്റ വ്യക്തിയുള്ളൂ. ആരാ? പത്രോസ്. ഞാൻ ചിലർ വെള്ളത്തിൽ നടക്കുന്ന കണ്ടിട്ടുണ്ട്, അങ്ങനെ നടന്ന് മാജിക് ഒക്കെ കാണിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ കഴുത്തിന്റെ പുറകിൽ എന്തുണ്ടെന്നറിയോ? ഒരു കയറ് കെട്ടിയിട്ടുണ്ട്, കാണാൻ പറ്റാത്ത കയറ്. ഇത് കാണാൻ പറ്റാത്ത കയറല്ല, ദൈവശക്തിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ കർത്താവെ എന്നുള്ള പേര് പറയാൻ എല്ലാവരെയും കൊണ്ടും പറ്റത്തില്ല. അതുകൂടെ ഞാനൊന്ന് പറയാം, എന്നാലേ അത് ആ വചനം പൂർണ്ണമാവത്തുള്ളൂ. കർത്താവെ കർത്താവെ എന്ന് എല്ലാവർക്കും പറയാൻ പറ്റത്തില്ല, അതാ പ്രശ്നമാണ്. ചിലർ പറയും, സിസ്റ്റർ എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ കർത്താവെ എന്ന് പറയും, പക്ഷെ എനിക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് സറണ്ടർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നവർക്ക് ഒരു വചനം കൂടെ ഞാൻ പറയാം. നമ്മൾക്ക് ആ വചനം ഒന്ന് വായിക്കാം, ഞാൻ പെട്ടെന്ന് ഒന്ന് പറയാവേ. 1 കൊരിന്ത്യർ 12:3. 1 കൊരിന്ത്യർ 12:3. അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ വചനത്തിലേക്ക് വരാം. 1 കൊരിന്ത്യർ 12:3 ഇങ്ങനെയാണ് പറയുന്നത്: പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറയാൻ ആർക്കും കഴിയില്ല. അതെന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. യേശുവിനെ കർത്താവെന്ന് വെറുതെ പറയാൻ പറ്റുന്നവരുണ്ട്, ചുമ്മാ അങ്ങ് പറയുക. പക്ഷെ കർത്തൃത്വം നടത്തുന്നവനെ, ആ വാക്കിന്റെ അർത്ഥം ഒന്ന് ഓർത്തപ്പോ നിങ്ങൾ പറയും, സിസ്റ്റർ ഞാൻ അഭിഷേകം ഒന്നും പ്രാപിച്ചിട്ടില്ല, പരിശുദ്ധാത്മാവിനൊന്നും പ്രാപിച്ചിട്ടില്ലല്ലോ, പക്ഷെ ഞാൻ കർത്താവ് എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കരുത്. ഹിന്ദുക്കൾ കർത്താവ് എന്ന് പറയുന്നുണ്ടല്ലോ, ആ പറച്ചിലല്ല. അപ്പൊ ഓർക്കണം, ഇത് പറയാൻ എന്തു വേണം? ഒരു അഭിഷേകം വേണോന്ന്, പരിശുദ്ധാത്മാവ് വേണോന്ന്. പരിശുദ്ധാത്മാവ് എന്തിനെ കുറിച്ച് ബോധം വരുത്തും? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. സത്യം എന്തെന്ന് തിരിച്ചറിയിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് ഒരുവന്റെ ഹൃദയത്തിൽ പരിവർത്തിക്കാൻ തുടങ്ങിയാൽ അവൻ പറയുന്നത് ഇങ്ങനെയാ, വെറുതെ അല്ല വാക്ക് കർത്താവ് എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്നവനാ. അതുകൊണ്ടാ പറഞ്ഞ പരിശുദ്ധാത്മാവ് അല്ലാതെ ആർക്കും പറയാൻ പറ്റത്തില്ലെന്ന്. ഹല്ലേലൂയ. അടുത്തൊരു വാക്യം കൂടെ ഞാൻ പെട്ടെന്നൊന്ന് വായിപ്പിക്കാം. ഫിലിപ്പിയർ 2:11. ഫിലിപ്പിയർ 2:11 ഇങ്ങനെ പറഞ്ഞു: യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അപ്പൊ യേശു കർത്താവെന്ന് എല്ലാവരും പറഞ്ഞേ പറ്റൂ ഒരു ദിവസം, അല്ലെ? അപ്പൊ ഒന്ന് ഓർത്ത് ആ വാക്കിന്റെ അർത്ഥം എത്രത്തോളം മഹത്വമുള്ളത് ആ വാക്ക്. സകല ഭൂലോകരും യേശു കർത്താവെന്ന് പറഞ്ഞേ പറ്റൂ. എന്തിന്? ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി. നമ്മളെല്ലാം പാട്ട് പാടും, അല്ലേ? എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. ആ വാക്കൊന്ന് ഓർത്ത് നോക്കിയേ. അപ്പൊ എന്റെ അടുത്ത് യേശു മാത്രം കർത്താവ് എന്ന് പറയണമെങ്കിൽ പല കർത്താക്കളും ഉണ്ട്. നമ്മൾ ഓർക്കും നമ്മുടെ ജീവിതത്തിൽ വേറെ ഏതാ കർത്താവെന്ന്. നിങ്ങൾ ഓർക്കും വിഗ്രഹാരാധന ഇല്ലെന്ന്. പല ബന്ധുക്കോസുകാരും വിചാരിക്കുന്നു നമുക്കൊന്നും വിഗ്രഹാരാധന ഇല്ലെന്ന്. വിഗ്രഹാരാധന ഉള്ളവരാ ബന്ധുക്കോസുകാർ. എങ്ങനെയാന്ന് ഞാൻ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവല്ലാതെ കർത്തൃത്വം നടത്തുന്ന വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്ന ആ വ്യക്തി നിങ്ങളുടെ വിഗ്രഹം. മനസ്സിലാവുന്നുണ്ടോ? തീരുമാനങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ കർത്താവ് അല്ലാതെ ആരാണോ എടുക്കുന്നത് അവരാ നിങ്ങളുടെ വിഗ്രഹം. ചിലപ്പോൾ നിങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങളുടെ വിഗ്രഹം. പലപ്പോഴും നമ്മൾ മറ്റു വിഗ്രഹങ്ങളെ കുറിച്ച് പറയും, എന്തുവാ, പക്ഷെ ചിലപ്പോൾ നമ്മൾ തന്നെ നമുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്ത് കൊടുക്കാൻ, എന്നാലും എനിക്ക് ഇതാ ഇഷ്ടം, ഈ വിവാഹം ദൈവഹിതമല്ലെന്ന് പറഞ്ഞാലും എന്നാലും എനിക്ക് ഇതാ ഇഷ്ടം. കർത്താവ് പറയും, മോളെ ഇന്ന ജോലി എടുത്താൽ മതി. അല്ല കർത്താവ്, എനിക്ക് ഇന്നതാ ഇഷ്ടം. ആ കർത്തൃത്വം അങ്ങോട്ട് കൊടുത്തിട്ടില്ല. കാരണം നമ്മുടെ സെൽഫ്, സ്വയം അങ്ങോട്ട് മരിച്ചിട്ടില്ല, അത് അങ്ങോട്ട് കൊടുത്തിട്ടില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ശരിക്കും നമ്മൾ കർത്താവിന്റെ ഡിസൈപ്പിൾസ്, ശിഷ്യന്മാരാന്ന് പറയുന്നല്ലേ, ഞാൻ കർത്താവിന്റെ പൈതലാന്ന് പറയുന്നു. പക്ഷെ സ്വയം ത്യജിക്കാത്തവർക്ക് ആർക്കും ദൈവ പൈതൽ എന്ന് പറയാൻ പറ്റത്തില്ല. സ്വയം ത്യജിക്കണം. സ്വയം എന്ന് പറയുന്ന സ്വന്തം ഇച്ഛകൾ, ഇഷ്ടങ്ങൾ, തീരുമാനങ്ങൾ ത്യജിക്കാത്ത ഒരു വ്യക്തിക്ക് കർത്താവിന്റെ ഡിസൈപ്പിൾ ആകാൻ പറ്റത്തില്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം, നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് തന്നെത്താൻ ത്യജിക്കണമെന്ന്. തന്നെത്താൻ ത്യജിക്കാന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടങ്ങൾ ത്യജിക്കാന്നാ, താല്പര്യങ്ങൾ ത്യജിക്കാന്നാ, തീരുമാനങ്ങൾ ത്യജിക്കാന്നാ. അപ്പോൾ ഈ കർത്താവിന് വെറുതെ വിളിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഈ 9-ാം അധ്യായത്തിൽ ഒരാൾ കർത്താവിനെ വിളിച്ചൊരു അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു നിർത്തുക. 1 മിനിറ്റ് പെട്ടെന്ന് ഞാൻ നിർത്താം. ഇവിടെ പറയുന്നു, ഈ കുരുടന് കർത്താവ് വിടുതൽ കൊടുത്ത എങ്ങനെ അറിയോ? നിലത്ത് തുപ്പി, ചേറുണ്ടാക്കി, കണ്ണിൽ തേച്ചു, എന്നിട്ട് പറഞ്ഞു ശീലോഹം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. അതൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ ആദ്യം ഈ വ്യക്തിയോട് ചോദിച്ചു, ആരാ വിടുതൽ തന്നെന്ന് ചോദിച്ചപ്പോ പറയുന്ന ഒരു വാക്കുണ്ട്, 11-ാം വാക്യം: യേശു എന്ന് പേരുള്ള മനുഷ്യൻ. വിടുതൽ കിട്ടിക്കഴിഞ്ഞിട്ടും ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടില്ല ഇത് ആരാണ്. ഈ വിടുതൽ കിട്ടിയ മനുഷ്യൻ ആദ്യം പറഞ്ഞ സാക്ഷി എന്നറിയോ? യേശു എന്ന മനുഷ്യൻ.
ഇന്ന് അനേകരുണ്ട് കർത്താവിനെ അറിയുന്നുണ്ട്, മീറ്റിങ്ങിൽ കയറുന്നുണ്ടെങ്കിലും കർത്താവ് ആരാന്ന് ചോദിച്ചാൽ പറയും, ആ എല്ലാ ദൈവങ്ങളെ പോലെ ഒരു ദൈവം, ഞങ്ങളുടെ വീട്ടിലും ഫോട്ടോ വെച്ചിട്ടുണ്ട് യേശുവിന്റെ. അങ്ങനെ പറയുന്നവരെ കേട്ടിട്ടുണ്ടോ? ഒരു ദൈവം. മനസ്സിലായോ? അടുത്തത് 17-ാം വാക്യം. യഹൂദന്മാര് അവിടെയുള്ള പരീശന്മാരൊക്കെ വന്ന് കൂടെ വന്നിട്ട് ചോദിക്കുക, നിനക്ക് ആരാ സൗഖ്യം തന്നത്? ഉടനെ പറയുക, നിന്റെ കണ്ണ് തുറന്നത് കൊണ്ട് നീ അവനെ കുറിച്ച് എന്ത് പറയുന്നു? കണ്ണ് തുറന്ന് വിടുതൽ കിട്ടിയോണ്ട് നീ ഇപ്പൊ എന്നാ പറച്ചില്ലേ? കുറച്ചു മുമ്പേ പറഞ്ഞു യേശു എന്ന മനുഷ്യനാണ്, ഇപ്പൊ എന്ത് പറയുന്നു? ഉടനെ പറയാം പ്രവാചകനാണ്. അവൻ ഒരു പ്രവാചകൻ എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പറയും. മീറ്റിങ്ങിനൊക്കെ കയറി ദൂതൊക്കെ പറഞ്ഞു കേട്ടപ്പോ, ആ കർത്താവ് വിടുതൽ തരുന്ന ദൈവമാണ്. ഓ, പ്രവാചകന്മാരുണ്ടെങ്കിൽ മാത്രം മീറ്റിങ്ങിന് കയറുന്ന ആൾക്കാരുണ്ട്. കാരണം എന്താ പറയുക, പ്രവചനം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവൻ വിചാരിച്ചിട്ട് പ്രവാചകനാണ്, അതുകൊണ്ട് പ്രവാചകനായതുകൊണ്ട് കൊള്ളാം, യേശു കൊള്ളാം. എന്നാൽ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഓർത്ത്, കർത്താവ് ഇപ്പോഴും അവന്റെ കണ്ണ് തുറന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? കണ്ണ് തുറന്നു, പക്ഷെ ഇപ്പോഴും ആരാണ് യേശു എന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ആദ്യം പറഞ്ഞു യേശു എന്ന മനുഷ്യൻ, പിന്നെ പറഞ്ഞ പ്രവാചകനാണ്. എന്നാൽ 35-ാം വാക്യം എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എപ്പോഴാ കർത്താവ് അവനോട് നേരിട്ട് സംസാരിച്ചെന്നറിയോ? അവനെ ആലയത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ. അതായത് അവനായിരിക്കുന്ന ചട്ടക്കൂട്ടിൽ നിന്ന്, അവന്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന്, അവന്റെ ചുറ്റും നിന്ന് അവനെ ഒത്തിരി പേര് അവനെ കുറ്റപ്പെടുത്തുന്നവരുടെ നടുവിൽ നിന്ന് അവൻ പുറത്തു വന്നപ്പോൾ യേശു അവനെ നേരിട്ട് കണ്ടിട്ട് ഒരു സംസാരമാണ് നടക്കുന്നുണ്ട്. 35-ാം വാക്യം. അവനെ പുറത്താക്കി എന്ന് കണ്ടപ്പോ അവനോട് ചോദിക്കുന്നു, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു? അവൻ യജമാനനെ, അടുത്ത വാക്ക് കേട്ടോ, യജമാനനെ. മനുഷ്യൻ എന്ന് പറഞ്ഞു, പ്രവാചകൻ എന്ന് പറഞ്ഞു, ഇപ്പൊ പറയാം യജമാനൻ കർത്താവ്. യജമാനൻ എന്ന് വെച്ചാൽ ഒരു ബോസ്. കൊള്ളാം, നല്ല ആളാ, വിടുതലൊക്കെ തന്നു, ഈ യേശുവിനെ ഫോളോ ചെയ്യാൻ കൊള്ളാം, നല്ല രസമുണ്ട് അല്ലെ? ചില പറത്തില്ലേ, ഒരു കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ആന്റിയോട് സംസാരിച്ച് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും പാട്ടൊക്കെ ഇഷ്ടം, നല്ല രസമുണ്ടെന്ന്. മനസ്സിലാവുന്നുണ്ടോ? പാട്ട് കേൾക്കാൻ നല്ല രസമുണ്ട്. അങ്ങനെ കേൾക്കുന്നവരും ഉണ്ട് മീറ്റിങ്ങുകൾക്ക്. എന്നാൽ ഇത് അങ്ങനത്തെ കാര്യമല്ല പറയുന്നത്, ബന്ധമായത്. ക്രിസ്ത്യാനിത്വം ഒരു മതമല്ല, ഒരു ബന്ധമാ. എന്നാൽ അടുത്ത വാക്യം എന്നെ ശ്രദ്ധിച്ചു. യേശു അവനോട് 37, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. ഇന്ന് ചിലരോട് കർത്താവ് പറയുക, മോളെ നിന്റെ കഷ്ടതയിൽ നീ ഇടയ്ക്ക് കേൾക്കുന്ന ചില ദൈവശബ്ദമുണ്ടല്ലോ, ഉറക്കത്തിൽ നീ കേൾക്കുന്ന ചില ശബ്ദങ്ങളുണ്ടല്ലോ, നിന്നെ ധൈര്യപ്പെടുത്തുന്ന ചില ശബ്ദങ്ങളില്ലേ, അത് എന്റെ ശബ്ദമാ. ഹല്ലേലൂയ. എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ടെന്ന് വചനം കേട്ടിട്ടുണ്ടോ? നിങ്ങളെ സഹായിക്കാൻ ചിലരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടില്ല ഈ കാലഘട്ടത്തില്. ഈ വേദനയിൽ നിങ്ങളെ ചിലരെ ധൈര്യപ്പെടുത്തുന്നില്ലേ? കർത്താവ് പറയാ, അവരോട് കൂടെ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ അവൻ പറയുന്നൊരു വാക്കുണ്ട്, ഉടനെ അവൻ, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു. അന്നാ ശരിക്കും മാനസാന്തരം കിട്ടുക. വിടുതല് കിട്ടിയത് കൊണ്ട് ചിന്തിക്കരുത് നിങ്ങൾ ദൈവമായിട്ട് ബന്ധമുണ്ടെന്ന്. അവന് കണ്ണിന് കാഴ്ച കിട്ടിയത് കൊണ്ട് അവൻ കർത്താവിന്റെ ഫോളോവർ ആയില്ല. നമ്മൾ അങ്ങനെ, കർത്താവ് എന്നെ വിടുവിച്ചു, പാപത്തിൽ നിന്ന് വിടുവിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്ഥാനപ്പെട്ടു, ഞാൻ കർത്താവിന്റെ ശിഷ്യനാ. അല്ല, എന്നാണ് ഹൃദയപൂർവ്വം നിങ്ങൾ വിശ്വസിക്കുന്നത്, അപ്പോഴാണ് നിങ്ങൾ കർത്താവിന്റെ പൈതലാവുന്നത്. കർത്തൃത്വം നടത്തുന്നത് കർത്താവാന്ന് വിശ്വസിക്കുന്ന സമയത്ത് വിടുതൽ നടക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പറഞ്ഞു, ഈ മനുഷ്യൻ വിളിച്ച പേര് കേട്ടില്ല, യേശു എന്ന മനുഷ്യൻ, പ്രവാചകൻ, യജമാനൻ. പക്ഷേ 37-ാം വാക്യത്തിൽ അവൻ പറയാ, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് വെച്ചാ, ഇപ്പോഴാ കർത്താവേ ബുദ്ധി വന്നത്, ബോധം വന്നത്. ദൈവപുത്രനാണല്ലേ, എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്ന ആളല്ലേ. കർത്തൃത്വം നടത്തുന്ന ആൾക്കറിയാം എപ്പോൾ നിനക്ക് വിടുതൽ തരണമെന്ന്. കർത്തൃത്വം നടത്തുന്ന ആൾക്കറിയാം എപ്പോൾ ഈ വിഷയത്തിന്മേൽ പ്രവർത്തിക്കണമെന്ന്. എപ്പോൾ പ്രവർത്തിച്ചാലാണ് ഇതിനകത്ത് ദൈവമഹത്വം വെളിപ്പെടുന്ന കർത്താവിനറിയാം. അപ്പൊ കർത്താവെ എന്ന് വിളിച്ചു. എനിക്കത് ഒത്തിരി സന്തോഷം വന്നു. കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. ഇതുവരെ എന്ത് ചെയ്തില്ലെന്നറിയോ? സൗഖ്യം കിട്ടി. ഞാൻ ഈ മനുഷ്യൻ ഇന്ന് ഈ വചനം തന്നെ ഇന്നലെ രാത്രി തൊട്ട് ഞാൻ ഈ വചനം വായിക്കുക. ഇന്ന് രാവിലെ വീണ്ടും എനിക്ക് വായിക്കാൻ ഇങ്ങനെ പ്രേരണ തരും. ഇത് വായിച്ചിട്ട് എനിക്ക് ഈ മനുഷ്യന്റെ പടം എന്റെ മുമ്പിൽ നിന്ന് പോകുന്നില്ല. ഭയങ്കരമായിട്ട് എന്നെ ചലഞ്ച് ചെയ്തു. ഈ വ്യക്തിയുടെ വായിൽ നിന്ന് വരുന്ന സാധാ മനുഷ്യനാണെന്ന് വിചാരിക്കരുത്, കർത്താവിനെ അറിയാത്തവനാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ അധ്യായം ഒന്ന് വായിക്കണം, അതിന്റെ 31-ാം വാക്യം ഒന്ന് കാണണം. ആ മനുഷ്യന്റെ വാക്കാ. ആ മനുഷ്യൻ പരീശന്മാരോട് പറയുക, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നു അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് നാം അറിയുന്നു. ഇത് ആരാ പറഞ്ഞെന്നറിയോ? ഈ വിടുതൽ കിട്ടിയ ആളാ. ഭയങ്കര പ്രസംഗമാണ്. ആറമ്പിലാന്നറിയോ? മാതാപിതാക്കൾ പേടിച്ചിരിക്കുക, ഇപ്പൊ അവരെ പള്ളി പ്രശ്നരാക്കുമെന്ന് പറഞ്ഞു. മാതാപിതാക്കൾക്ക് പേടിയാ, പക്ഷെ ഇയാൾക്ക് വിടുതലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ടെസ്റ്റ് മണിയാ. വഴി കാണുന്ന എല്ലാവരോടും ടെസ്റ്റ് മണി പറയുന്നുണ്ട്, ഭയങ്കര ധൈര്യമാ. പക്ഷെ കർത്താവ് ആരാന്നറിയാതെ ഈ ടെസ്റ്റ് മണിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഭയങ്കര ശുശ്രൂഷയാന്ന്.
അങ്ങനെയുണ്ട്. ചിലരുണ്ട് സുവിശേഷം പറയാൻ ഇഷ്ടം, ട്രാക്ട് കൊടുക്കാൻ ഇഷ്ടം, ഭയങ്കര ദൈവം അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കർത്താവ് ആരാണെന്ന് അവർക്ക് ഇപ്പോഴും അറിയത്തില്ല. എങ്ങനെ അറിയാന്നറിയാം? അവരുടെ ജീവിതത്തിൽ ഒരു കഷ്ടത വരുമ്പോൾ മാത്രം നെഗറ്റീവ് വരത്തുള്ളൂ. ഞാൻ എന്നാൽ ഈ കർത്താവിനെ അറിഞ്ഞിട്ട് എന്റെ ജീവിതത്തിൽ പ്രശ്നമാണല്ലോ, എന്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇങ്ങനെ? ദൈവങ്ങളെ, കഷ്ടത കർത്താവ് തന്ന അവകാശം, അത് മനസ്സിലാക്കണം. കഷ്ടതയില്ലാത്തൊരു ജീവിതം ക്രിസ്ത്യ ജീവിതമല്ല. കർത്താവ് താൻ സ്നേഹിക്കുന്ന മക്കളെ കർത്താവ് തന്റെ ഡിസിപ്ലിനകത്ത് കൊണ്ടുപോകും. ചില കഷ്ടതകളുണ്ട്, വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതില്ലാത്തൊരു ക്രിസ്ത്യ ജീവിതം അല്ല. എന്നാൽ കർത്താവ് പറയും, ഞാൻ കൂടെ ഉണ്ട്. കർത്താവിന്റെ ഉദ്ദേശം ചോദിച്ചാൽ കർത്താവ് അത് കാണിച്ചു തരും. ഇവിടെ എപ്പോൾ അവൻ കർത്താവ് എന്ന് വിളിച്ചോ അപ്പൊ അവന് മനസ്സിലായി, ഈ വ്യക്തി വെറുതെ വിളിക്കേണ്ട ആളല്ല, നമസ്കരിക്കേണ്ടവനാ, ആരാധിക്കേണ്ടവനാ. മനസ്സിലായോ? എപ്പോഴാ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് യഥാർത്ഥ ആരാധന പുറത്തു വരുന്നറിയോ? കർത്തൃത്വം നടത്തുന്നവനെ എന്നാ വിളിച്ചല്ലേ? കർത്തൃത്വം നടത്തുന്നവനെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ ശക്തമായി നിങ്ങളോട് ദൂത് പറയുക. അല്ലെങ്കിൽ കർത്താവേ കർത്താവേ എന്ന് പേരറിഞ്ഞിട്ട് വെറുതെ അങ്ങ് വിളിക്കുന്ന ഒരു പേരായിട്ടത് മാറാതെ, എല്ലാ ദൈവങ്ങളെയും വിളിക്കുന്ന പോലെ ഒരു ദൈവത്തിന്റെ പേരായി മാറാതെ, അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്നവനാണ് എന്റെ കർത്താവ്. എന്റെ സാമ്പത്തികം, എന്റെ തലമുറ, എന്റെ കുടുംബജീവിതം, എന്റെ ജോലി, എന്റെ ഭാവി, എന്റെ ശരീരം, നോക്കിക്കേ, കർത്തൃത്വം നടത്തുന്ന കർത്താവ് ഇവന് സൗഖ്യം കൊടുത്തത്. കർത്താവിനറിയാം എപ്പ കൊടുക്കണമെന്ന്. ഞാൻ ഓർത്തു, ഒരു അധ്യായം മുഴുവൻ എഴുതിയിട്ടുള്ളത് ഈ കുരുടനെ കുറിച്ച് മാത്രമാണ്. യോഹന്നാൻ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയേക്കുക. ഒരധ്യായം മുഴുവൻ ഈ കുരുടനെ കുറിച്ചാ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തോ ദൈവിക. ഞാനിതിരുന്ന് വായിച്ചിട്ടും ആഴങ്ങൾ കർത്താവ് എനിക്ക് പറഞ്ഞു തരിക. ഇന്ന് രാവിലെ പരിശുദ്ധാത്മ ശക്തമായിട്ട് ഇടപെടാൻ ഇടയായിത്തീർന്നു. അപ്പോഴെനിക്ക് മനസ്സിലായത്, നമ്മൾ പലപ്പോഴും യേശുവിനെ ഒരു മനുഷ്യനായും, കർത്താവിന്റെ പെന്തക്കോസ്ത് മീറ്റിംഗിൽ കയറിയ കുറെ പ്രവചനം കേൾക്കാം, നല്ലത്. അങ്ങനെയല്ല ദൈവമക്കൾ, നിങ്ങളുടെ ഭാവി പറയുന്ന ഒരു മീറ്റിംഗ് അല്ല ഇത്. നിങ്ങളുടെ യഥാർത്ഥ ഭാവി നിത്യതയാ. കർത്താവിനെ ഹൃദയത്തിൽ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞ് കർത്തൃത്വം കൊടുക്കുന്ന വ്യക്തികൾക്കുള്ളതാ കർത്താവിന്റെ നിത്യത. വെറുതെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവർക്ക് നിത്യത ഇല്ല. അതെവിടെ എഴുതിയിരിക്കുന്നത്? കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിച്ച് കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അത് ചെയ്തു, കർത്താവിന്റെ നാമത്തിൽ ഇത് ചെയ്തു. കർത്താവ് എനിക്ക് നിങ്ങളെ അറിയത്തില്ല. കാരണം കർത്താവിന് മനസ്സിലായി ഹൃദയത്തിൽ നല്ല ഈ വിളിയൊക്കെ വന്നത് വെറുതെ വിളിക്കുക. അതുകൊണ്ട് ഹൃദയം തുറന്ന് ആര് കർത്താവിന്റെ പേര് വിളിക്കുന്നോ, ഞാൻ റോമാലേഖനത്തിലെ വാക്യം വായിച്ചിട്ട് ഞാൻ നിർത്തുക. അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും, എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അപ്പൊ വിശ്വസിക്കാത്തവരെ വിളിച്ചപേക്ഷിക്കുന്നവരുണ്ടല്ലേ. കർത്താവിന് വിശ്വാസമൊന്നും ഇല്ലെങ്കിലും പ്രാർത്ഥിക്കുന്നവരുണ്ട്, പള്ളിയിൽ പോകുന്നവരുണ്ട്, വചനം കയ്യിലെടുക്കുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഉള്ളിൽ പ്രശ്നം വരുമ്പോൾ വാ തുറന്ന നെഗറ്റീവേ പറയത്തുള്ളൂ. കർത്താവിന് ഏറ്റവും വേദനയുള്ള വാക്ക് അവിശ്വാസം. എന്നെ കഴിഞ്ഞ ദിവസം വളരെയധികം ഭയപ്പെടുത്തിയ ഒരു വാക്യമുണ്ട്. വെളിപ്പാട് പുസ്തകം നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ വായിച്ചു 21 അധ്യായത്തിനകത്ത് ആരൊക്കെ കർത്താവിന്റെ സന്നിധി പോകത്തില്ല എന്ന് എഴുതിയിരിക്കുന്നവരുടെ കുറെ ലിസ്റ്റ് ഉണ്ട്, നരകത്തിൽ പോകുന്നവരുടെ ലിസ്റ്റ്. അതിനകത്തൊരു വാക്ക് എന്നെ ചിന്തിപ്പിച്ചു, അവിശ്വാസികളെന്ന്. നമ്മളൊക്കെ മദ്യപാന്മാരെയും കൊലപാതകന്മാരെയൊക്കെ നിങ്ങളൊക്കെ നരകത്തിലുള്ളവരാ കേട്ടോ, ഞങ്ങൾ കർത്താവിന്റെ അടുത്തിരിക്കുന്നവരാ. കർത്താവ് പറയും, മോനെ അവിശ്വാസം ഉണ്ടോ? വരത്തില്ല കേട്ടോ. എന്തുകൊണ്ട് ഈ അവിശ്വാസം എന്ന് പറയാൻ കാരണം, കർത്താവിനെ വിശ്വാസം ഇല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു, നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു, എന്റെ കാര്യത്തിൽ പറയാം, വിശ്വാസവഞ്ചന. അതായത് നമ്മൾ പറഞ്ഞ എന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നോട് അവിശ്വാസം കാണിച്ചാൽ, എന്നെ വിശ്വാസം ഇല്ലാന്ന് കാണിച്ചാൽ എനിക്ക് ഭയങ്കര വേദനയുള്ള ഒരു കാര്യം. ഞാൻ പറയുന്ന ഒരു കാര്യം, വിശ്വാസം ഇല്ലാതെ ഒരാൾ ഡൗട്ട്. അങ്ങനെയാണ് കർത്താവിനെ എത്ര വട്ടം നമ്മൾ വിഷമിപ്പിക്കുന്നുണ്ട്. ഇന്ന് ആ ഒരു ഏരിയ നിങ്ങൾ മാനസാന്തരപ്പെടണം. കർത്താവെ കർത്താവെ എന്ന് വിളിക്കാനല്ല, യഥാർത്ഥമായ ആ വാക്കിന്റെ അർത്ഥം ഇന്ന് മനസ്സിലാക്കണം. എത്ര പേർക്ക് ഇന്നത് മനസ്സിലായി? എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്നവൻ അതിന്റെ അർത്ഥം. അതുകൊണ്ട് ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ തുടക്കത്തിലെ ആലോചന ചോദിക്കണം. കർത്താവെ, എനിക്ക് OET എഴുതാൻ ആഗ്രഹമുണ്ട്, ഇന്ന വിഷയത്തിന് പോകാൻ ആഗ്രഹമുണ്ട്, ഇന്ന ട്രീറ്റ്മെന്റിന് പോകാൻ ആഗ്രഹമുണ്ട്, ഞാനത് ചെയ്യണോ? ദൈവം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം, ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യരുത്. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ വർഷത്തെ എന്റെ പ്രഗ്നൻസി കർത്താവിനോട് പറഞ്ഞു, നീ ഹോസ്പിറ്റലിൽ പോകരുതെന്ന്. ദൈവമക്കളെ, അമേരിക്കയിൽ 2 പ്രഗ്നൻസിയിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയ വ്യക്തിയാണ്. കഴിഞ്ഞ വർഷം കർത്താവിനോട് വ്യക്തമായിട്ട് സംസാരിച്ചു, നീ ആശുപത്രിയിൽ പോകരുതെന്ന് പറഞ്ഞു. ഞാൻ ഒരു ചെക്കപ്പിനും പോയില്ല, അതുകൊണ്ട് ഒരു ദോഷം വന്നില്ല. ദൈവമക്കളെ, കഴിഞ്ഞ എന്റെ 3ാമത്തെ കുഞ്ഞിന്റെ മുഴുവൻ അല്ലെങ്കിൽ ആ പ്രഗ്നൻസിയിലും ഡെലിവറിയിലും ഞാൻ ദൈവമഹത്വം കാണാനിടയായി. അതുകൊണ്ട് അതൊരു ടെസ്റ്റിമണി ആയിട്ട് മാറിയത്. അതുകൊണ്ട് അതൊരു ടെസ്റ്റിമണിയെ ദൈവമഹത്വത്തിന് കാരണമായി തീർന്നത്. ആ വാക്യത്തിൽ പറഞ്ഞാൽ ഇത് ദൈവമഹത്വത്തിന് വേണ്ടിയാണ്. എന്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്, ദൈവം പറയുന്നത് പോലെ കാലെടുത്ത് വെച്ചാൽ, ദൈവം പറയുന്ന ജോലിക്ക് പോയാൽ, ദൈവം പറയുന്ന സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ, കർത്താവ് പറയാ ഞാനുണ്ട് കൂടെ ആ പ്രശ്നത്തിൽ. കർത്താവ് നിർബന്ധിച്ചിട്ടാണ് നിങ്ങൾ പോയതെങ്കിൽ കർത്താവ് പറയാ, നിങ്ങളെ നിർബന്ധിച്ച് വിട്ടിട്ട് ഞാൻ അവിടെ ഇരിക്കത്തില്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്ന പ്രശ്നത്തിന്റെ നടുവിൽ. പക്ഷെ അവിടെ വിളിക്കണം, കർത്താവേ. കർത്താവ് ആകുന്നെങ്കിൽ നല്ല കർത്താവേ. ഒരു നിമിഷം നിങ്ങളെല്ലാം നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന് സമർപ്പിച്ച് പറയോ, കർത്താവേ, എന്റെ ജീവിതത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഞാൻ വെറുതെ കർത്താവേ കർത്താവേ എന്ന് പ്രാർത്ഥനകളിൽ പറയുന്നതല്ലാതെ ഹൃദയത്തിൽ ഒരിക്കലും
എനിക്കത് വിശ്വാസമായി വന്നിട്ടില്ല. എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്നവൻ എന്റെ കർത്താവ്. എന്റെ തലമുറയുടെ കർത്തൃത്വം ഇന്ന് ഞാൻ കർത്താവിന്റെ കരങ്ങളിൽ തരിക. എന്റെ ശുശ്രൂഷയുടെ കർത്തൃത്വം കർത്താവിന് തരിക. എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം ഞാൻ കർത്താവിന് തരിക. എന്റെ കുടുംബ ജീവിതത്തിന്റെ വിഷയങ്ങളെ കർത്താവിന് തരിക. അപ്പൻ കർത്തൃത്വം നടത്തിയാട്ടെ. അങ്ങനെ നടത്തിയുള്ള ഗുണം ടെൻഷൻ ഇല്ലാതെ നടക്കാം. ഭാരം മുഴുവൻ കർത്താവ് എടുക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെക്കാൻ. എന്ന് വെച്ചാൽ കർത്തൃത്വം കർത്താവിന് കൊടുക്കാൻ. വീട്ടിൽ അപ്പനുള്ള വീട്ടിൽ ഏതെങ്കിലും മക്കൾക്ക് ടെൻഷൻ ഉണ്ടോ? കാരണം അപ്പന എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങളുടെ കർത്താവ് പറയാ, ഞാൻ നിങ്ങളുടെ അപ്പന, നിങ്ങളുടെ കർത്തൃത്വം എനിക്കിതാ, നിങ്ങൾ ഫ്രീ ആയിട്ട് നടക്കുക. കർത്താവിന് എപ്പോഴും ഇഷ്ടം തന്റെ മക്കൾ ഫ്രീ ആയിട്ട് നടക്കുന്ന, ടെൻഷൻ ഫ്രീ ആയിട്ട് നടക്കുന്ന. കർത്തൃത്വം കൊടുത്തവർ ഫ്രീ ആയിട്ട് നടക്കും. കർത്തൃത്വം കൊടുക്കാത്തവർ ഭാരം ചുമന്നുകൊണ്ട് നടക്കും. നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം നിങ്ങൾക്ക് ഇതിൽ ഏത് കൂട്ടരാവണം. ആകയാൽ നിങ്ങളുടെ ഹൃദയത്തെ ഈ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.